good afternoon. Good afternoon, Miss. Yes. Ready ആയോ എല്ലാവരും? Ready അല്ലേ? Yes, okay. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. Good afternoon once again. വളരെ കുറച്ച് കുട്ടികൾ നമുക്ക് ക്ലാസ്സിന് വേണ്ടി ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ. എന്താണെന്ന് നമുക്കറിയില്ല അല്ലെ? അപ്പൊ എന്തായാലും ക്ലാസ് നമുക്ക് എടുക്കണം. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ നിർത്തിയെന്ന് വല്ല ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാ പഠിച്ചു നിർത്തിയത്? പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ഒക്കെ കഴിഞ്ഞില്ലേ? ജോബ് അനാലിസിസിന്റെ പ്രധാനപ്പെട്ട ചില പ്രോസസ്സുകൾ അല്ലെ? ആ ഏത് ഫസ്റ്റ് പോയിന്റ് എടുത്തിട്ടുള്ള അല്ലല്ലോ, ഈ പോയിന്റ് എല്ലാം പറഞ്ഞല്ലോ ആണോ അല്ലേ? പെട്ടെന്ന് പറയാം. ഐ തിങ്ക് എനിക്ക് ഇവിടെ തുടങ്ങിയ ആളെടുക്കാനുള്ള എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞുള്ളൂ അല്ലല്ലോ, 5 പോയിന്റ് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെയായിരുന്നു? ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ്, എന്താണ്, എന്ത് ജോബാണ്, ആ ജോബിനെ കുറിച്ചിട്ടുള്ള അനാലിസിസ് നടത്തണം. എന്ന് വെച്ചാൽ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ജോലി, ഇപ്പൊ നമുക്കൊരു ആൾക്ക് ഒരു എംപ്ലോയിക്ക് ഒരു ജോലി കൊടുക്കുമ്പോ എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യേണ്ടത്, ആ ജോലിയെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, ഇറ്റ്സ് കോൾഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. മനസ്സിലായോ? എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ടാസ്ക് അതിനകത്തുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടണം. ചാപ്റ്റർ തുടങ്ങിയോ അല്ലെങ്കിൽ ഫുള്ള് തീർത്തോ? അതാണ് ഞാൻ ചോദിക്കണേ. ഹലോ, ഈ ചാപ്റ്റർ തീർന്നോ അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഈ ഒരു ഭാഗം എടുക്കാനുണ്ട് എന്നുള്ള പോലെ എനിക്കൊരു ഓർമ്മ. എഴുതി വെച്ചിട്ടുണ്ട് 5 പോയിന്റ്സ് വരെയാണെന്ന് എഴുത്. അതാ 5 പോയിന്റ്സ് ജോബ്. ശരിയാണ്. അപ്പൊ ഞാൻ വേറെ ക്ലാസ്സിലായിരിക്കും വന്നിട്ട്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചാപ്റ്റർ ഫസ്റ്റ് കഴിഞ്ഞിരുന്നു, ജോബ് അനാലിസിസ്. അതിനകത്ത് വരുന്ന ആ ജോബ് അനാലിസിസിന്റെ പർപ്പസ് 5 എണ്ണം അത് നമ്മൾ ഡിഫൈൻ ചെയ്തു. എന്തൊക്കെയാണ് ജോബ് അനാലിസിസിലൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ അതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിരുന്നു. ഏതായിരുന്നു ചാപ്റ്ററിന്റെ പേര്? ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്. ഗ്രീവിയൻസ് ഹാൻഡ്ലിങ്ങിന്റെ ഫസ്റ്റ് ഒരു പാരഗ്രാഫ്, ഒരു വലിയ പാരഗ്രാഫ് അവിടെ കിടക്കട്ടെ. ആ പാരഗ്രാഫ് വരെയാണ് ഞാൻ പഠിപ്പിച്ചു നിർത്തിയത്. ഐ തിങ്ക് അല്ലേ? അത് ശരിയല്ലേ? നമുക്ക് 6th ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാം. സമയം കളയില്ല. ഓക്കെ, ക്ലാസ്സിലായിരിക്കും ചിലപ്പോ നേരം തീർത്തത്. ചാപ്റ്ററിലേക്ക് ചാപ്റ്റർ ആണ്. ഏതായിരുന്നു ചാപ്റ്ററിന്റെ പേര്? ഏതായിരുന്നു ചാപ്റ്ററിന്റെ പേര്? ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് അല്ലെ? ഗ്രീവിയൻസുകളെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന മറ്റു കാര്യങ്ങളുണ്ട്. എംപ്ലോയീസിന് ഒരു ഓർഗനൈസേഷനിൽ അവർ കീപ്പ് ചെയ്യേണ്ട ചില ഡിസിപ്ലിൻസ് അല്ലെ? അതായത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു ഓർഗനൈസേഷനിൽ ഒത്തിരി എംപ്ലോയീസിന്റെ ഒപ്പം ജോലി ചെയ്യുമ്പോൾ ഹൗ ടു കീപ് അവർ ഡിസിപ്ലിൻ, ഹൗ ടു ബിഹേവ് അല്ലെ? നമ്മളുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന രീതിയിലോ ആ ഒരു സ്വഭാവ രീതിയോ ഒന്നും ആയിരിക്കില്ല നമുക്കൊരു ഓർഗനൈസേഷനിൽ മറ്റ് വർക്കേഴ്സിന്റെ കൂടെ, മറ്റ് എംപ്ലോയീസിന്റെ കൂടെ, നമ്മളുടെ കൊളീഗ്സ്, നമ്മുടെ കോ വർക്കേഴ്സിന്റെ കൂടെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെ? അപ്പൊ അതിൻ്റെതായ രീതിക്കുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എംപ്ലോയീസിന്റെ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്, അവരുടെ ആരോഗ്യ സംരക്ഷണം. അതുപോലെ തന്നെ നമുക്കറിയാം ചില ഓർഗനൈസേഷനിൽ നമുക്ക് ചില ജോലികൾ ചെയ്യുമ്പോൾ ഇറ്റ് മേ ബി സംടൈംസ് ഹാർംഫുൾ ടു us. ചില ജോലി, ആ ജോലിയുടെ പ്രത്യേകത അനുസരിച്ച് ചിലതൊക്കെ നമുക്ക് ഹാർംഫുൾ ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഉപദ്രവകാരികളാകുന്ന ചില ജോലികളുണ്ട്. എന്ന് വെച്ചാലേ
ഉദാഹരണം പറഞ്ഞാൽ ഹോസ്പിറ്റലില് കാർഡിയോ വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവിടുത്തെ ടെക്നീഷ്യൻസിന് അതിന്റെയൊക്കെ ഒരുപാട് റേഡിയേഷൻസ് ഒക്കെ വന്നിട്ട് അത് ഒക്കെ ആ ജോലിക്കാരിലേക്കൊക്കെ ആ റേഡിയേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അല്ലെ ചെറിയൊരു ഹാർംഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ എങ്കിലും അതിൽ നിന്നൊക്കെ അവരെ സേഫ് ആക്കുക, അവരുടെ ആരോഗ്യത്തിനോടി പ്രാധാന്യം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് പറഞ്ഞത്, ഗ്രീവിയൻസ് എന്താണെന്ന് പറഞ്ഞു അല്ലെ. എന്താണ് ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ it is a type of discontentment or dissatisfaction of employees. എംപ്ലോയീസിന് ഒരു ഓർഗനൈസേഷനിൽ അവർ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ചില അസംതൃപ്തി അല്ലെ, അതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ തൃപ്തിക്കുറവ്, അതാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് വിളിക്കാം. ഇപ്പൊ നമ്മൾ ഗ്രീവിയൻസ് ഇപ്പൊ ഇഫ് എനി എംപ്ലോയീസ് ഹാവ് സം കംപ്ലൈന്റ്സ്, അവർക്ക് ഉണ്ടാകുന്ന ചില പരാതികളൊക്കെ ഉണ്ടെങ്കിലും ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നെഗ്ലക്റ്റഡ്, അത്തരം പരാതികളെ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ they feel some type of injustice or discrimination. അവർക്ക് എന്ത് തോന്നും, അവരുടെ മനസ്സിലൊരു ഫീലിംഗ് വരും, എന്ത് എന്നോട് ഇത് അനീതിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വിവേചനം അല്ലെ, എന്നോട് ഇങ്ങനെ ചെയ്യുന്നു, മറ്റുള്ളവരോട് മറ്റേ രീതിയിലായിരുന്നു ചെയ്തത്. അപ്പൊ ആ ഒരു ഇതില് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അതൃപ്തി അല്ലെ. ഇപ്പൊ ചില എംപ്ലോയീസിനോട് ചില ഓർഗനൈസേഷൻസ് എന്താ പറയാ, ചിലപ്പോൾ ഡെലിബറേറ്റ്ലി സ്വാഭാവികമായിട്ട് അവര് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ചില അങ്ങനെയുള്ള ചില ഡിസ്ക്രിമിനേഷൻസ് കാണിക്കാറുണ്ട്. പക്ഷെ എംപ്ലോയീസിനോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാവരേക്കും ഒരേ ജസ്റ്റിസ് ആണ്, ഒരേ രീതിയിലുള്ള നീതിയാണ് വേണ്ടത്, എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പക്ഷെ ഇഫ് ദീസ് റൈറ്റ്സ് അവരുടെ ഒരേപോലെ ഞങ്ങളെ അംഗീകരിക്കപ്പെടണം എന്നുള്ള ചില അവകാശങ്ങൾ when it is neglected, അത് അവഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവരത് സാധിച്ചു കൊടുക്കാതെ വരുമ്പോൾ the employees feel discontentment. അങ്ങനെ വരുമ്പോൾ എംപ്ലോയീസിന് എന്ത് തോന്നും, ഒരു തരത്തിലുള്ള അതൃപ്തി അല്ലെ, ഒരു സംതൃപ്തി കുറവ് ഒക്കെ തോന്നും. സോ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു ഡീൽ വിത്ത് ഗ്രീവിയൻസ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീവിയൻസുകളെ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ഇൻ വിച്ച് ദ മാനേജർ ഡീൽസ് വിത്ത് ദ ഗ്രീവിയൻസസ് ഓഫ് ദ എംപ്ലോയീസ് ഡ്യൂറിംഗ് വർക്ക്. ഒരു ജോലി ഒരു ഓർഗനൈസേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എംപ്ലോയീസിന് ഉണ്ടാകുന്ന ഇത്തരം കംപ്ലൈന്റുകൾ, ഇത്തരം ഗ്രീവിയൻസുകൾ, ഇത്തരം പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക, അതിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് വിളിക്കുക അല്ലെ. ഗ്രീവിയൻസിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക, അത് ആരുടെ ഡ്യൂട്ടിയാണ്, ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സിന്റെ ഒക്കെ ഡ്യൂട്ടിയാണ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനിലും ഇങ്ങനെ ഒരു HRM എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. HRM ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയാണ് അവിടുത്തെ എംപ്ലോയീസ് എന്താ പറയാ, അവരുടെ ജോലി സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യണം അല്ലെ, വളരെ ഹാപ്പി ആയിട്ട് ചെയ്തു തീർക്കണം. സോ അങ്ങനെ ഹാപ്പിയും അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷനും ആ എംപ്ലോയിക്ക് എന്താ പറയാ ചെയ്യുന്ന ജോലിയിൽ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം, അവരെ ഷുഡ് ബി വെൽ ട്രീറ്റഡ്, അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. അവർക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കൂട്ടി കണ്ടെത്തി അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഗ്രീവിയൻസ് മാനേജ്മെന്റ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീവിയൻസ് മാനേജ്മെന്റ്. വിത്തൗട്ട് ഗ്രീവിയൻസ് മാനേജ്മെന്റ്, അതായത് ഒരു ഗ്രീവിയൻസിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്തില്ല എങ്കിൽ ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ ദ മാനേജ്മെന്റ് ടു ഡീൽ വിത്ത് എംപ്ലോയി പ്രോബ്ലംസ് ആൻഡ് ടു ഓൾസോ റെസ്പോണ്ട് ടു ദം. അതായത് ഒരു ഗ്രീവിയൻസിനെ നല്ല രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ, എംപ്ലോയീസിന്റെ പ്രോബ്ലംസ് നമ്മൾ ശരിയായി മനസ്സിലാക്കി അതിന് കൃത്യമായ മാനേജ്മെന്റ് കൊടുത്തില്ല എങ്കിൽ എന്ത് പറ്റും, എംപ്ലോയീസിന്റെ പ്രോബ്ലംസും അവസാനിക്കില്ല, മാത്രമല്ല അവർ അതിനനുസരിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാ അവരുടെ പ്രതികരണം ഉണ്ടാകുക, എംപ്ലോയീസ് എങ്ങനെയായിരിക്കും മാനേജ്മെന്റ് അവരുടെ ഗ്രീവിയൻസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഹൗ ദ റെസ്പോൺസ്, അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും, നല്ല രീതിയിൽ പ്രവർത്തിക്കും, ജോലി ചെയ്യില്ല, ഉഴപ്പ് കാണിക്കും അല്ലെ, അവരുടെ എതിർപ്പ് പല രീതിയിൽ അവർ പ്രകടിപ്പിക്കും. ഇതൊക്കെയാണ് അതിന്റെ ആഫ്റ്റർ എഫക്ട് ഉണ്ടാകുക. സോ ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏതൊരു ഓർഗനൈസേഷനും ശരിയായ രീതിയിൽ നടത്തേണ്ടതാണ്. സോ ഗ്രീവിയൻസ് മാനേജ്മെന്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ. ഗ്രീവിയൻസിലെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓർഗനൈസേഷനിൽ, ടു കീപ് ദ റിലേഷൻസ് ഇഫക്റ്റീവ് ആൻഡ് ഗുഡ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എല്ലാവരും തമ്മിലൊരു നല്ല ബോണ്ടിങ് ആയിട്ടുള്ള ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ പറ്റും, എഫിഷ്യന്റ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകണമെങ്കിൽ ഗ്രീവിയൻസ് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പാരഗ്രാഫിൽ അടയാളപ്പെടുത്താൻ ഉണ്ടായതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞത് കുറച്ച് പേരുടെ ഡെഫിനിഷൻസ് ആണ് ഈസ് ഗിവൺ ടു ഗ്രീവിയൻസ്. ഗ്രീവിയൻസിന് പല ആളുകൾ കൊടുത്തിരിക്കുന്ന കുറെ ഡെഫിനിഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് ഡെഫിനിഷൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അക്കോർഡിംഗ് ടു കീത്ത് ഡേവിസ്. കീത്ത് ഡേവിസിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്, ഗ്രീവിയൻസ് എന്ന് പറയുന്നത് സംടൈംസ് ഇറ്റ് മേ ബി റിയൽ ഓർ സംടൈംസ് ഇറ്റ് മേ ബി ഇമാജിൻഡ് ബൈ ആൻ എംപ്ലോയി. ഒരു എംപ്ലോയി
ചിലപ്പോൾ യഥാർത്ഥത്തിലുള്ളതാകാം, അല്ലെങ്കിൽ ആളുടെ ഇമാജിനേഷൻ, തന്റെ മനസ്സിൽ നിന്ന് ഉള്ള ഒരു ചില തോന്നലാകാം. ഹി ഫീൽസ് പേഴ്സണൽ ഇൻജസ്റ്റിസ്. അതായത് ഒരു എംപ്ലോയിക്ക് ആ ഒരു തന്നെ തോന്നൽ മാത്രം, ചിലപ്പോൾ യഥാർത്ഥവുമായിരിക്കാം. അതായത് തോന്നലോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ട് ആൾക്ക് എന്ത് തോന്നുന്നു, ഒരു വ്യക്തിപരമായ ഒരു അനീതി എന്നോട് ഇങ്ങനെ കാണിച്ചു എന്ന് ആളുടെ മനസ്സിൽ തോന്നുകയാണ്. അത് യാഥാർത്ഥ്യത്തിലുള്ളതും ആകാം, ചിലപ്പോൾ അത് വെറും തോന്നൽ മാത്രമായിരിക്കാം. അങ്ങനെ തന്റെ എംപ്ലോയ്മെന്റിൽ, ആ ഒരു എംപ്ലോയ്മെന്റിൽ തനിക്കുണ്ടാകുന്ന അത്തരം വ്യക്തിപരമായ അനീതി ചിലപ്പോൾ അയാൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ളത്, അതാണ് ഗ്രീവിയൻസ് എന്നാണ് ആരുടെ അഭിപ്രായം? കീത്ത് ഡേവിസിന്റെ അഭിപ്രായം. ഓക്കെ, സോ അക്കോർഡിംഗ് ടു കീത്ത് ഡേവിസ് എന്താണ് ഇക്വേഷൻ എന്നുള്ളത്, സോറി ആ ഒരു ഡെഫിനിഷൻ എന്നുള്ളത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഗ്രീവിയൻസ് ഈസ് എനി റിയൽ ഓർ ഇമാജിൻഡ് ഫീലിംഗ് ഓഫ് പേഴ്സണൽ ഇൻജസ്റ്റിസ് which an employee has concerning his employment relationship. തന്റെ ജോലിയുമായിട്ടുള്ള ബന്ധത്തില് അല്ലെങ്കിൽ ആ ഒരു റിലേഷനിൽ ഒരു എംപ്ലോയിക്ക് തോന്നുന്ന വ്യക്തിപരമായിട്ടുള്ള ഒരു അനീതി, അന്യായം ഇത് തോന്നുന്നതാകാം, ചിലപ്പോൾ എന്താ പറയാ റിയൽ ആയിരിക്കാം. അതിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്നാണ് കീത്ത് ഡേവിസ് ഡിഫൈൻ ചെയ്യുന്നത്. അത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ പ്രൊഫസർ ജൂസിയസ്. ജൂസിയസ് എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നു ഗ്രീവിയൻസ് ഈസ് എ ഡിസ്കണ്ടന്റ് ഓർ ഡിസ്സാറ്റിസ്ഫാക്ഷൻ. കണ്ടോ, അതായത് ഒരു എന്താ പറയാ ഡിസ്കണ്ടന്റ്, ഒരു തൃപ്തിയില്ല, അതുപോലെ തന്നെ തൃപ്തി കുറവ്, അത് തന്നെയാണ് പറയുന്നത്. രണ്ടും സെയിം മീനിങ് തന്നെയാണ്. വെദർ എക്സ്പ്രസ്ഡ് ഓർ നോട്ട്, ഡെഫിനിഷൻ ആയതുകൊണ്ട് നമുക്ക് അത് തന്നെ വായിച്ചു നോക്കണം. വെദർ എക്സ്പ്രസ്ഡ് ഓർ നോട്ട്, വെദർ വാലിഡ് ഓർ നോട്ട്, arising out of anything connected with the company that an employee thinks, believes or even feels as unfair, unjust and inequitable. അതായത് ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ചില ഡിസ്കണ്ടന്റ്മെന്റ് അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ, അത് ചിലപ്പോൾ ആള് മറ്റുള്ളവരെ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടായിരിക്കാം, മാനേജ്മെന്റിനെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെ ആരെങ്കിലും ചിലപ്പോൾ അറിയിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അറിയിച്ചിട്ടുണ്ടാവില്ല. തോന്നലാണ്, ഉള്ളിൽ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്, അതെ എനിക്ക് ഇങ്ങനെ തോന്നും. അപ്പൊ നമ്മളുടെ കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉടലെടുക്കാവുന്ന ചില ഡിസ്കണ്ടന്റ്മെന്റ്, ഒരു തൃപ്തിക്കുറവാണ് അത്. അപ്പൊ എംപ്ലോയിക്ക് അദ്ദേഹം ചിന്തിച്ച പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് പോലെയല്ല, ചില അൺഫെയർ ആയിട്ടുള്ള, അൺജസ്റ്റ് ആയിട്ടുള്ള, അന്യായമായിട്ടുള്ള അല്ലെങ്കിൽ ഇനിക്വിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരുപോലെ തുല്യമായിരുന്നു. ഇനിക്വിറ്റബിൾ അതിന്റെ എന്താ പറയാ ഓപ്പോസിറ്റ് ആണ്, അസമത്വം അല്ലെ, സമത്വമില്ലായ്മ എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് കാണിക്കാത്തത് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ്. ഇതാണ് അക്കോർഡിംഗ് ടു പ്രൊഫസർ ജൂസിയസ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഗ്രീവിയൻസിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെയൊക്കെയാണ്, പക്ഷേ എങ്കിൽ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. ഇവിടെ പറയുന്നത് ഗ്രീവിയൻസ് എന്ന് പറയുന്നത് ഡിസാറ്റിസ്ഫാക്ഷൻ, ഡിസ്കണ്ടന്റ്മെന്റ് തന്നെയാണ്. അത് ചിലപ്പോൾ ആള് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആരോടെങ്കിലും, ബന്ധപ്പെട്ട ആളോടും, ചിലപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് അവിടുത്തെ മാനേജറിനോടായിരിക്കാം, അല്ലെങ്കിൽ തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനോടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാനേജ്മെന്റിനോടായിരിക്കാം, അവിടെ തന്നെ ഓർഗനൈസേഷനിലെ മറ്റേതെങ്കിലും വിഭാഗത്തിലുള്ള മാനേജ്മെന്റിനെ അറിയിച്ചതാകാം, നേരിട്ട് ചിലപ്പോൾ പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടേ. അപ്പൊ എക്സ്പ്രസ് ചെയ്തതോ അല്ലാത്തതോ ആയിട്ടുള്ള ചില ഫീലിംഗ് ആണ് അത്. ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ ആൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇൻ വിച്ച് ഹി ബിലീവ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻജസ്റ്റ്, അതായത് അദ്ദേഹത്തിന് അൺഫെയർ ആണെന്ന് അല്ലെങ്കിൽ അൺജസ്റ്റ് ആണെന്ന് അല്ലെങ്കിൽ ഇനിക്വിറ്റബിൾ ആണെന്ന് തോന്നുന്ന ചില ഫീലിംഗ്സ്. ഓക്കെ, അതാണ് അക്കോർഡിംഗ് ടു പ്രൊഫസർ ജൂസിയസ്. ഒരു എല്ലാ ഇക്വേഷൻ നമ്മുടെ ഡെഫിനിഷൻസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ ആയോ? പ്രൊഫസർ ജൂസിയസിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആണോ? അല്ലെങ്കിൽ വേഗം പറയാം, അല്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകണം. ഓക്കെ, അണ്ടർലൈൻ ചെയ്യണേ. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് അക്കോർഡിംഗ് ടു ഡെയിൽ യോധർ. യോധർ എന്ന് പറയുന്ന മറ്റൊരാള് വീണ്ടും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഗ്രീവിയൻസ് ഈസ് റിട്ടൺ കംപ്ലൈന്റ് ഫൈൽഡ് ബൈ ദ എംപ്ലോയി ക്ലെയിമിംഗ് അൺഫെയർ ട്രീറ്റ്മെന്റ്. അതായത് ഞങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടുന്ന് ഓർഗനൈസേഷന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ചില ഫെയർ ട്രീറ്റ്മെന്റ്, നമ്മളെ ശരിയായ രീതിയിൽ കാണുക, നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുക. മനുഷ്യൻ ആണ് ഈ ജോലി ചെയ്യുന്നത് അല്ലെ, ആ മനുഷ്യത്വത്തോടു കൂടി ചിലപ്പോഴൊക്കെ പെരുമാറാത്ത ചില അവസ്ഥകളും പല ഓർഗനൈസേഷൻസിലും ഉണ്ടാകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അൺഫെയർ ട്രീറ്റ്മെന്റിന്റെ ഫലമായിട്ട് എല്ലാ എംപ്ലോയീസും കൂടി കൂട്ടായിട്ട് ഒരുമിച്ചാണ് കളക്റ്റീവായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, എംപ്ലോയി ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഫയൽ ചെയ്ത് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുന്നു. അതാണ് ഗ്രീവിയൻസ് എന്നാണ് ആര് പറയുന്നത്, ഡെയിൽ യോധർ പറയുന്നത്. എന്താണ് ഗ്രീവിയൻസ്? ഈസ് എ written complaint filed by an employee and claiming unfair treatments. ഇത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇവിടെ ഞങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടവരല്ല, ഇതിലൂടെ കുറച്ചുകൂടി നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടാണ് ഞങ്ങൾ എന്താ പറയാ എക്സ്പെക്ട് ചെയ്തത്
പ്രതീക്ഷിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങളുടെ എക്സ്പെക്ടേഷന്റെ അടുത്ത് പോലും എത്താത്ത രീതിയിലുള്ള ട്രീറ്റ്മെന്റാണ് ഞങ്ങൾ ഇവിടെ. ഇപ്പൊ ഉദാഹരണത്തിന് എംപ്ലോയീസിനോട് എന്താ പറയാ, ജോലിക്ക് വരുമ്പോ നിങ്ങൾ കുറെ ഓഫർ ഒക്കെ കൊടുത്തു, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം അല്ലെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഇപ്പൊ ഉച്ചയ്ക്ക് ലീഷർ ടൈം ഒക്കെ ഇത്ര സമയമാണ്, അരമണിക്കൂറാണ് എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മളെ ജോലിക്ക് കയറി, അല്ലെങ്കിൽ 1 മണിക്കൂറാണെന്ന് പറയുന്നു ജോലി കയറി, പക്ഷെ 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് എന്താ പറയാ, ചില ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മളെ മനുഷ്യരായി കാണുന്ന രീതിയിലൊക്കെ കാണാതെ നമ്മളോട് മോശമായ രീതിയിലൊക്കെ ഓർഗനൈസേഷന്റെ മറ്റ് ആളുകളൊക്കെ നമ്മളോട് ബിഹേവ് ചെയ്യുമ്പോൾ എംപ്ലോയീസിന് തോന്നാവുന്ന ചില എന്താ പറയാ അൺഫെയർ ട്രീറ്റ്മെന്റുകളാണ്. അതാണ് ഇവിടെ ഗ്രീവിയൻസ് ആയിട്ട് എല്ലാവരും കൂടി എഴുതി എന്താ പറയാ ഒരു റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് മാനേജ്മെന്റിൽ സബ്മിറ്റ് ചെയ്യും. അതാണ് ഗ്രീവിയൻസ് എന്നാണ് അക്കോർഡിംഗ് ടു ഡെയിൽ യോഗർ. ക്ലിയർ ആയോ? ഓരോന്നിലും പഠിക്കാൻ, അതായത് ആ ഡെഫിനിഷൻ പഠിക്കാനായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ടുള്ള രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് കീത്ത് ഡേവിസ് പറഞ്ഞത് എന്താണ്? ഗ്രീവിയൻസ് ഈസ് എനി റിയൽ ഓർ ഇമാജിൻഡ് ഫീലിംഗ്. ആ വാക്കോർത്താൽ മതി, റിയൽ ഓർ ഇമാജിൻഡ് ഫീലിംഗ്. രണ്ടാമത്തേല് ഗ്രീവിയൻസ് ഈസ് ഡിസ്കണ്ടന്റ്മെന്റ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ, വെദർ എക്സ്പ്രസ്ഡ് ഓർ നോട്ട്. അത് ഓർത്താൽ മതി. മനസ്സിലായി? അത്രയും ഭാഗം വെദർ എക്സ്പ്രസ്ഡ് ഓർ നോട്ട്, പിന്നെ ഡിസ്കണ്ടന്റ്മെന്റ്, ഡിസാറ്റിസ്ഫാക്ഷൻ. ആ വേർഡുകള്, ആ ഫ്രേസുകൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ജ്യൂസിയസ് നൽകിയ ഡെഫിനിഷൻസിന്റെ ആ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നമുക്ക് ഡെഫിനിഷൻ കാണാതെ എഴുതാനില്ല, പകരം ഇന്ന ഡെഫിനിഷൻ ആര് എഴുതിയതാണ്, അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ എന്താണ് എന്നൊക്കെ ചോദിക്കാം അല്ലെ, ആരുടേതാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുപോലെ ഡെയിൽ യോഗർ എന്താ പറഞ്ഞേക്കണേ? റിട്ടേൺ കംപ്ലൈന്റ് ആണ്. അത് ഓർത്താൽ മതി. റിട്ടേൺ കംപ്ലൈന്റ് ഫയൽഡ് ബൈ എംപ്ലോയി. എംപ്ലോയി ഫയൽ ചെയ്യുന്ന റിട്ടേൺ കംപ്ലൈന്റ് അദ്ദേഹത്തിന് എന്താ പറയാ ഓർഗനൈസേഷനിൽ അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ സൂചിപ്പിച്ചുകൊണ്ടുള്ള കത്ത്, എങ്ങനെ കംപ്ലൈന്റ് കത്ത്, അതായത് പരാതി കത്തായിട്ട് എംപ്ലോയി കൊടുക്കുന്നു. അതാണ് ഗ്രീവിയൻസ് എന്നാണ് ഡെയിൽ യോഗർ അഭിപ്രായപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ആ രീതിയിൽ അങ്ങനെ പഠിക്കാൻ, കണക്ട് ചെയ്ത് പഠിക്കാൻ. ഓക്കെ, ആൻഡ് ഒരു ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഒരു കോമൺ ആയിട്ടുള്ള മറ്റൊരു ഡെഫിനിഷനും ഗ്രീവിയൻസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആരാണ്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഗ്രീവിയൻസ് ഈസ് എ കംപ്ലൈന്റ് ഓഫ് വൺ ഓർ മോർ വർക്കേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ്, അതായത് ഇവിടെ ഒന്നോ അതിലധികമോ എംപ്ലോയീസിന്റെ പരാതികളാണ് ഗ്രീവിയൻസ് റിഗാർഡിംഗ്. എന്തിനെ സംബന്ധിക്കുന്ന പരാതികളാകാം? വേജസ്, അവരുടെ കൂലിയെ സംബന്ധിക്കുന്നതാകാം, അവരുടെ അലവൻസുകൾ, അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിക്കുന്നതാകാം, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ്. ഇപ്പൊ ജോലി ചെയ്യുന്ന ചുറ്റുപാടൊക്കെ നമുക്ക് ഫേവറബിൾ ആയിരിക്കണം. ഇപ്പൊ ജോലിയൊക്കെ ചെയ്യണം, ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയിൽ ഒരു ഫാൻ പോലും ഫിറ്റ് ചെയ്തിട്ടില്ല, അവിടെ ഇരുന്നിട്ട് നമ്മള് ജോലി ചെയ്തോളാം. നമുക്ക് എന്തായാലും അറിയാം അല്ലെ, കുറച്ചു നേരം, അത്രയും അധികം നേരം നമുക്ക് ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ഫാൻ ഇല്ലാതെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ആ വർക്കിംഗ് കണ്ടീഷൻ മോശമാണ്. ഒരു ഫാൻ പോലും തരാതെ നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു അല്ലെ. ഒരു ഇച്ചിരി നമ്മളുടെ കൺവീനിയൻസ് മനസ്സിലാക്കി, സൗകര്യങ്ങൾ മനസ്സിലാക്കി അവരത് പ്രവർത്തിക്കുന്നില്ല. കണ്ടോ? അപ്പൊ വർക്കിംഗ് കണ്ടീഷൻസിനെ സംബന്ധിച്ചും അവർക്ക് എന്തുണ്ടാകും? പരാതികൾ ഉണ്ടാകും. ഇപ്പൊ നല്ലൊരു വാഷ്റൂം ഇല്ല, ജോലിക്ക് വരുന്ന ആളുകൾ എല്ലാവരും കൂടി ഒരെണ്ണൊക്കെ ഉള്ളൂ, തിക്കും തിരക്കും, അല്ലെങ്കിൽ ഒരുപാട് ജോലിക്കാരൊക്കെ ഉള്ള ഓർഗനൈസേഷനിലാകുമ്പോൾ അതിനനുസരിച്ച് പ്രോപ്പർ ആയിട്ടുള്ള അത്തരം ഫെസിലിറ്റീസും അവൈലബിൾ ആക്കണം. എല്ലാവർക്കും കൂടി ഒരെണ്ണം, ചിലപ്പോൾ അവിടെ ക്ലീൻ അല്ല, ആ ജോലിയൊന്നും നമ്മൾ ചെയ്യുന്നല്ലോ അല്ലെ. ജോലിക്ക് പോകുന്ന സ്ഥലത്ത് അതിന്റെ ക്ലീനിങ് ഒക്കെ ചെയ്യേണ്ടത് അവര് നിയമിക്കുന്ന, ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിയമിക്കുന്ന ആളുകളാണ്. അപ്പൊ അതും നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ അത് ക്ലീൻഡ് അല്ല, നമുക്കത് എന്താ പറയാ അശ്വസിച്ചൊക്കെ പോയി അതിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത്തരം അൺഫേവറബിൾ കണ്ടീഷൻസ്, അങ്ങനെ വർക്കിംഗ് കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന ചില പോരായ്മകളാകാം. പിന്നെ എന്താ പറയാ അവരുടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ, സേവനത്തിൽ അവർക്ക് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ടൈമിങ്ങിന്റെ കാര്യത്തിലാകാം, ലീവ്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ, അവധിയെടുക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ട്രാൻസ്ഫർ സംബന്ധമായ കാര്യങ്ങൾ, പ്രൊമോഷൻ, പിന്നെ അവരുടെ സെക്യൂരിറ്റി. അത് നമ്മൾ ഓരോ ജോലിക്ക് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളൊരു സെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യും അല്ലെ, സുരക്ഷിതത്വം. കാരണം ഞാൻ ഇന്ന ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാണ്, സോ എനിക്ക് അവിടെ സെറ്റ് ആണ്. കാരണം നമുക്ക് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കരിയർ നമുക്ക് അവിടെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അവരുടെ ജോബ്, അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുള്ള അസൈൻമെന്റ്, അതിനകത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചും അവർക്ക് പരാതികൾ ഉണ്ടാകാം. ആൻഡ് ഓൾസോ റിഗാർഡിംഗ് ടെർമിനേഷൻ ഓഫ് സർവീസ്, എപ്പോഴാണോ നമ്മൾ ജോലി നിർത്തുന്ന സമയം, നമുക്ക് നമ്മുടെ കാലാവധി കഴിഞ്ഞ് നമ്മൾ നിർത്തുന്ന ഒരു സമയം, അതിനെ സംബന്ധിക്കുന്നതാകാം. അപ്പൊ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കംപ്ലൈന്റ് അത് ഒരു എംപ്ലോയിയുടെ ആകാം, അല്ലെങ്കിൽ കൂടുതൽ എംപ്ലോയീസിന്റെ ആകാം.
അതിനെയാണ് ഗ്രീവിയൻസ് എന്നാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കുറച്ച് നീണ്ട ഡെഫിനേഷൻ ആണത്. അവിടെ ഓരോന്നിനെ കുറിച്ച് പറയുന്നുണ്ട്, ഏതൊക്കെ കണ്ടീഷൻസിലാണ് ആളുകൾക്ക് ഇത്തരം വർക്കേഴ്സിന് പരാതികൾ ഉണ്ടാകുക എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. വൺസ് അഗൈൻ നമുക്കൊന്ന് വായിക്കാം. ഗ്രീവിയൻസ് ഈസ് എ complaint of one or more workers in respect of wages, allowances, conditions of work, and interpretation of service stipulations covering areas such as overtime, leave, transfer, promotion, security, job assignment, and termination of സർവീസ്. ഇതിലെല്ലാം ഇത്തരം കണ്ടീഷൻസിലൊക്കെ ഉണ്ടാകാവുന്ന പലതരത്തിലുള്ള കംപ്ലൈന്റുകൾ, അത് ഒന്നോ അതിലധികമോ വർക്കേഴ്സ് ഒരുമിച്ച് നടത്തുന്ന കംപ്ലൈന്റ്, ഇറ്റ് ഈസ് കോൾഡ് ഗ്രീവിയൻസ് എന്നാണ് ആര് പറയുന്നത്? അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പൊ നമ്മൾ 4 ഡെഫിനിഷൻസ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് കീത്ത് ഡേവിസ് കൊടുത്തത്, ഒന്ന് ജൂസിയസ്, പ്രൊഫസർ ജൂസിയസ് നൽകിയത്, മറ്റൊന്ന് ഡെയ്ലി ഓതർ, പിന്നെ ഒരു ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കൊടുത്ത ഒരു ഡെഫിനിഷൻ. ആൻഡ് ഓൾസോ മറ്റൊരു കോമൺ ഡെഫിനിഷൻ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞു അല്ലെ, എന്താ? ഗ്രീവിയൻസ് ക്യാൻ ബി റെഫേർഡ് ടു ആസ് എ ഫീലിംഗ് ഓഫ് ഡിസ്കണ്ടന്റ്മെന്റ് ആൻഡ് dissatisfaction that an employee has regarding his employment. ഓക്കെ, അപ്പൊ അത് ആദ്യത്തെ സെന്റൻസിൽ തന്നെ അവിടെ ഒരു ഗ്രീവിയൻസിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് വായിച്ചു നോക്കിയേ വേഗം. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ ഒന്ന് വേഗം വായിക്കാം, അതും അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ ആണെങ്കിൽ വായിച്ചു കഴിഞ്ഞു, അത് ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഓക്കെയോ എസ്സോ എന്തെങ്കിലും ഇട്ടേക്കാം. അപ്പൊ അതിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, യെസ്. Now we are going to study the forms of grievance. ഗ്രീവിയൻസിന്റെ പല എന്താ പറയാ രൂപങ്ങൾ. ഏതൊക്കെ രൂപത്തിൽ ഗ്രീവിയൻസ് വരാറുണ്ട്? ഗ്രീവിയൻസിന്റെ പല രൂപങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഗ്രീവിയൻസിലെ പല രൂപങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫാക്ച്വൽ ആണ് കേട്ടോ, FR ഇല്ല, FACTUAL, ഫാക്ച്വൽ എന്നാണ്. ഫാക്ച്വൽ ഗ്രീവിയൻസ്, ഇമാജിനറി ഗ്രീവിയൻസ് ആൻഡ് ഡിസ്ഗൈസ്ഡ് ഗ്രീവിയൻസ്. അങ്ങനെ 3 ഫോംസ് ഓഫ് ഗ്രീവിയൻസ് ഉണ്ട്. ഒന്ന് FR എന്നുള്ള ഒന്ന് എന്താ പറയാ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി കളയാം. ഫാക്ച്വൽ ഗ്രീവിയൻസ്, ഇമാജിനറി ഗ്രീവിയൻസ് ആൻഡ് disguised grievance. So let's see which are the forms. ഏതൊക്കെയാണ് ആ 3 രൂപത്തിലുള്ള ഗ്രീവിയൻസ്? ഒന്നാമത്തെ എന്താ പറഞ്ഞേ? ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് പറഞ്ഞു. നമുക്കറിയാം, when we are entering an organization for any employment, there will be a relationship between the employer and the employee, such as a contract. അല്ലെ, നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ കയറുകയാണ്. അപ്പൊ നമ്മള് എന്താ പറയാ അറിഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ ഒരു എംപ്ലോയ്മെന്റിലേക്ക് ജോലിക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ ആ ജോലിയുടേതായ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ആ ജോലിക്ക് കയറുമ്പോ മുതല് നമ്മൾ അവിടെ നിന്ന് എന്താ പറയാ ടെർമിനേറ്റ് ചെയ്ത് നമ്മുടെ ജോലി വേണ്ടാന്ന് വെച്ച് റിസൈൻ ചെയ്തോ അല്ലെങ്കിൽ റിട്ടയർമെന്റിലോ എപ്പോഴാണ് നമ്മൾ പോകുന്നത് അതുവരെ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ, കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് ജോലിക്ക് വേണ്ടിയുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുമ്പോ അതിനൊപ്പം ഉണ്ടായിരിക്കും. So we have to read it carefully. ആ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ അകത്ത് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നന്നായി വ്യക്തമായി വായിച്ചു നോക്കി നമ്മൾ സൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് തിരിച്ച് ഏത് ഓർഗനൈസേഷനിൽ നിന്നാണ് തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ, നമ്മുടെ ഒരു അക്നോളജ്മെന്റ്, ഒരു ടോക്കൺ ഓഫ് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഞങ്ങൾ ഫോളോ ചെയ്യുന്നു, ഞാൻ ഫോളോ ചെയ്യാം എന്ന് നമ്മളുടെ സിഗ്നേച്ചർ കൊടുത്ത് തിരിച്ചയക്കുമ്പോൾ അതൊരു ടോക്കൺ ആണ്, എന്തിന്റെ ഒരു തെളിവാണ്, എന്തിന്റേത് നമ്മൾ ആ ജോലിക്ക് ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്ത് ജോലിക്ക് കയറാമെന്നുള്ള ഒരു എന്താ പറയാ ഒരു പ്രൂഫാണ് അത്. മനസ്സിലായോ? ഒപ്പിട്ട് തിരിച്ചയക്കുന്നു. അങ്ങനെ ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോലിക്ക് കയറാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ജോലിക്ക് അവിടെ കയറി കഴിഞ്ഞാൽ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവിടുത്തെ ഒരു ആളായി മാറി. കാരണം നമ്മൾ ഇതെല്ലാം ഫോളോ ചെയ്യുന്നു, ഞാൻ എന്നാലും ഈ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്ത് ജോലി ചെയ്യാൻ ഞാൻ എന്താ പറയാ ഓക്കെ ആണ്, എനിക്ക് കുഴപ്പമില്ല എന്താ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒപ്പിട്ട് കൊടുത്തു കഴിയുമ്പോൾ അവിടെ അതൊരു എഗ്രിമെന്റ്, ഒരു കോൺട്രാക്ട് ആയിട്ട് മാറിയത്. സോ ദർ വിൽ ബി എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയർ ദാറ്റ് ടൈം. അങ്ങനെ നമ്മൾ എഗ്രിമെന്റിൽ ഒപ്പക്കിട്ട് നമ്മൾ ആ ജോലിക്ക് കയറുമ്പോൾ ആ അവിടുത്തെ എംപ്ലോയറും നമ്മളായ എംപ്ലോയിയും തമ്മിലൊരു ബന്ധം ഉണ്ടായിരിക്കും അല്ലെ. ആ ബന്ധത്തിൽ there will be some rules,
there will be some norms എന്ന് പറഞ്ഞ rules ആണ് which limits the employees expectation. അവിടെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട് അല്ലെ? ജോലിക്ക് കയറിയിട്ട് ശമ്പളം കിട്ടിയിട്ടോടെ ഇന്നത് ചെയ്യാന്നൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ കുറെ എക്സ്പെക്ടേഷൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ ആ ഓർഗനൈസേഷനിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? പക്ഷെ എല്ലാ പ്രതീക്ഷകൾക്കും ഉത്തരം ആ ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടൂല. കാരണം അതവിടെ പറഞ്ഞെന്ത് ചെയ്യുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഇവിടെ ജോലിക്ക് കയറിയാൽ നിങ്ങളുടേതായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാം എന്നുണ്ടെങ്കിൽ മാത്രം ഒപ്പിട്ട് തിരിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഞാൻ ഓക്കെയാണ് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യാനായിട്ട്. അതല്ല, ഇതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ബൈ us, നമുക്കത് സ്വീകാര്യമല്ല, എനിക്ക് പറ്റില്ല, അത് ഇങ്ങനെ പറ്റില്ലല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് പറയാണ്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിലാണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുന്നത്, അസ്യൂം ചെയ്യാം കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് വേണ്ടി നമുക്കൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിരിക്കുന്നു. ആൻഡ് നമ്മൾ അതിനകത്തെ കൂടി അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങൾ. അതിനകത്ത് ഒരെണ്ണമാണ് നൈറ്റ് ഡ്യൂട്ടി. നിങ്ങളുടെ നൈറ്റ് ഡ്യൂട്ടി ഫ്രം ഇന്ന സമയം മുതൽ 6 to മോർണിംഗ് 8 വരെയാകാം, അല്ലെങ്കിൽ അങ്ങനെ അത് ഓരോ ഹോസ്പിറ്റൽസിനും അതനുസരിച്ചിട്ടായിരിക്കും. എക്സാമ്പിൾ പറയുന്നതാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കുറച്ച് എളുപ്പം മനസ്സിലാകും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് എന്നുള്ള കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. Those who are reading or those who are accepting this appointment letter and reading this terms and conditions, അപ്പൊ നമ്മൾ ആ കാൻഡിഡേറ്റ് ജോലിക്ക് ആർക്കാണ് അപ്പോയിന്റ്മെന്റ് കാർഡ് കിട്ടിയത് അവർ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ചു നോക്കുന്നു. അപ്പൊ വായിച്ചു നോക്കുമ്പോ ഇങ്ങനെ ഒരു സാധനം നമ്മുടെ മുമ്പിൽ സ്ട്രൈക്ക് ചെയ്തു. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ ബൈ us, എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല, നൈറ്റ് ഡ്യൂട്ടി ആയിക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമുക്കത് പറ്റില്ല, എനിക്കത് നൈറ്റ് ഡ്യൂട്ടിക്ക് വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് അത് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ വി ഹാവ് ടു മേക്ക് സം സജഷൻസ് ടു ദ ഓർഗനൈസേഷൻ. അവരോട് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം എനിക്കിത് പറ്റില്ല ഇതുകൊണ്ടെന്ന്. അപ്പൊ അത് അറിയിക്കുമ്പോ ഓർഗനൈസേഷന് നമ്മളെ വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എന്ത് വിധേനയും ഇയാളെ നമുക്ക് ജോലിക്ക് എടുക്കണം. ബിക്കോസ് അത്രയ്ക്ക് കേപ്പബിലിറ്റി, അത്രയും സ്കില്ല്, അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ആളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കാൻഡിഡേറ്റ്, അതുകൊണ്ട് അയാളെ കളയാൻ പറ്റില്ല. അങ്ങനെ നമ്മളെ ബാഡ്ലി നെസസറി ആണെന്ന് വിചാരിക്കും, നമ്മളെ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, വിട്ടുവീഴ്ച ചെയ്യും. എന്ത് ചെയ്യും, കുഴപ്പമില്ല, ഇപ്പൊ തൽക്കാലത്തേക്ക് നീ എന്താ പറയാ ഷിഫ്റ്റ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ നമ്മൾക്ക് എന്താ പറയാ നമ്മൾ അപ്പോയിന്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ ആ വേക്കൻസിയിൽ നമുക്ക് റിക്രൂട്ട്മെന്റ് തരും. അതേസമയം ആളില്ലെങ്കിൽ കുഴപ്പമില്ല, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് വെച്ചാൽ ആ കാൻഡിഡേറ്റ് അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല ആ ഓർഗനൈസേഷന്. എങ്കിലും എന്ത് ചെയ്യും, പറ്റില്ല, കുഴപ്പമില്ല, നീ അത് ഉൾപ്പെടുന്ന നിനക്ക് അത് നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം വായിക്കുമ്പോൾ അതിനകത്തുള്ള കോൺട്രാക്റ്റുകൾ, എഗ്രിമെന്റുകൾ എല്ലാം നമ്മൾ സമ്മതിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സൈൻ ചെയ്യുമ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായോ? സോ വി ഹാവ് ടു ഫോളോ ദ നോംസ് ഓർ ദ കോൺട്രാക്ട്സ് ഓർ ദ എഗ്രിമെന്റ്സ്. അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ എല്ലാ പ്രതീക്ഷകളെയും, എല്ലാ റിക്വയർമെന്റ്സ്, നമ്മുടെ എന്ത് ആവശ്യവും ഫുൾഫിൽ ചെയ്യാനായിട്ട്, നമ്മുടെ എക്സ്പെക്ടേഷൻസിനെ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള കോൺട്രാക്ട് അല്ല ഇതാണ്. എനിക്ക് ഇങ്ങനെ ചെയ്യണമായിരുന്നു, പക്ഷെ പറ്റില്ല, കാരണം എന്താ, നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടാണ്. ഓർഗനൈസേഷൻ അങ്ങനെ ഒരു കാര്യം പ്രൊവൈഡ് ചെയ്യുന്നില്ല. നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, അത് നമുക്ക് പറ്റില്ല, കുഴപ്പമില്ല, നീ പ്രതീക്ഷിക്കുന്ന പോലെ നൈറ്റ് ഷിഫ്റ്റ് ഇല്ലാത്തൊരു ജോലിയല്ല ഇത്, അതുകൊണ്ട് നിന്റെ എക്സ്പെക്ടേഷന്റെ അപ്പുറമാണത്, മനസ്സിലായോ? അങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഓരോ എംപ്ലോയീസിനും ഉണ്ടായിരിക്കാം. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും ദ ഓർഗനൈസേഷൻ ഹാവ് ടു മീറ്റ്, ഓർഗനൈസേഷന് എല്ലാ എംപ്ലോയീസിന്റെ എല്ലാ എക്സ്പെക്ടേഷൻസിനെയും മീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എംപ്ലോയി ഗെറ്റ്സ് ഡിസാറ്റിസ്ഫൈഡ്. തീർച്ചയായിട്ടും അത്തരം പ്രതീക്ഷകൾക്കൊത്ത് ഓർഗനൈസേഷൻ നിന്നില്ല, അല്ലെങ്കിൽ ആ പ്രതീക്ഷകളെല്ലാം നടപ്പിലാക്കി കൊടുക്കുന്നില്ല എങ്കിൽ എംപ്ലോയീസിന് തീർച്ചയായും എന്ത് പറ്റും, ചില ടൈപ്പ് ഓഫ് ഡിസ്കണ്ടന്റ്മെന്റ് അല്ലെങ്കിൽ ഡിസപ്പോയിന്റ്മെന്റ്, നിരാശ തോന്നും. ആ നിരാശയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്നാണ് വിളിക്കുക. ഓക്കെ, എന്താണ് ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് മനസ്സിലായല്ലോ? അതായത് നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ചിലപ്പോൾ സാലറിയെ സംബന്ധിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ചില ഡ്യൂട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ സംഭവിക്കുന്നതായിരിക്കാം. നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടും ജോയിൻ ചെയ്തേക്കുന്നത്. പക്ഷേ അത് പ്രതീക്ഷ മാത്രമാണ് നമ്മുടെ, അത് സാധിച്ചു തരുമില്ല എന്നുള്ളത് ഇറ്റ്സ് അപ്പോൺ ദ ഓർഗനൈസേഷൻ. അത് ഓർഗനൈസേഷന്റെ തീരുമാനമാണ്. അവര് തീരുമാനിക്കുകയാണ് പറ്റില്ല എന്നാണെങ്കിൽ പറ്റില്ല. അപ്പൊ നമ്മളെ പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കും, നമ്മൾ നിരാശരാകും. പ്രതീക്ഷ ഫലിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്നത് ഫീലിംഗ് ആണ്, മനസ്സിന്റെ ഒരു ഫീലിങ്ങിനെയാണ് നമ്മൾ വിളിക്കുക
ഡിസപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ നിരാശ എന്ന് വിളിക്കാം. അത്തരം നിരാശ എന്തിലേക്ക് പോകും? ഇതുപോലെയുള്ള ചില ഗ്രീവിയൻസിലേക്ക് പോകും. അത്തരം ഗ്രീവിയൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫാക്ച്വൽ ഗ്രീവിയൻസ്. ഇനിയും മനസ്സിലായെങ്കിൽ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ജോലിക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ഓർഗനൈസേഷന്റെ ആ പോളിസി അനുസരിച്ച് അവർ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാവുമല്ലോ. നിങ്ങൾ വേണമെങ്കിൽ അങ്ങനത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വരുന്ന എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവർ പറഞ്ഞിരിക്കുകയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നിങ്ങളുടെ സാലറി തുടക്കം ഇത്രയായിരിക്കും. ബേസിക് ആയിട്ടുള്ള സാലറി നിങ്ങൾക്ക് ഇങ്ങനെയാണ്. ആൻഡ് ഒരു കൺസോളിഡേറ്റഡ് സാലറി ഓഫ് റുപ്പീസ് 40,000 വെച്ചാൽ നിങ്ങൾക്ക് തന്നെ. ആൻഡ് ഡ്യൂറിംഗ് ദ കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് തൊട്ടടുത്ത് വരുന്ന വർഷങ്ങളിലൊക്കെ യു വിൽ ഗെറ്റ് ആൻ ഇൻക്രീസ് ഓഫ് ഓർ ഇൻക്രിമെന്റ് ഓഫ് 5% ഓഫ് ഇൻ യുവർ സാലറി. അടുത്ത വർഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിയുടെ ഒരു 5% വീതം വർദ്ധിച്ച് കിട്ടുന്നു എഴുതി വെച്ചേക്കാണ് വിചാരിക്കാം. ആ എഗ്രിമെന്റ് ഒക്കെ നമ്മൾ ടേംസ് ഒക്കെ കണ്ടു, നമ്മൾ ഒപ്പിട്ട് ഓക്കെ ആദ്യത്തെ മാസം അല്ലെങ്കിൽ ആദ്യത്തെ വർഷം മാത്രമല്ലേ 40,000, അടുത്ത വർഷം മുതല് നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ 5% വെച്ച് കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കത് ഓക്കെയാണ്, നമ്മൾ സൈൻ ചെയ്തൊക്കെ കൊടുത്തു. പക്ഷേ ആഫ്റ്റർ 1 ഇയർ ഈവൻ കംപ്ലീറ്റിംഗ് ദ പെർഫോമൻസ്, ആള് കൊടുത്ത ജോലിയൊക്കെ വളരെ ഭംഗിയായിട്ടൊക്കെ ചെയ്തു. പക്ഷെ എന്നിട്ടും ഈ പറഞ്ഞ സാലറിയിലുള്ള ഇൻക്രിമെന്റ് അതിനെ സംബന്ധിച്ച വേറൊന്നും പറയുന്നില്ല, മെൻഷൻ ചെയ്യുന്നില്ല. നേരത്തെ കൊടുത്തോണ്ടിരുന്നത് പോലെ നെക്സ്റ്റ് ഇയറും അതേ ശമ്പളം തന്നെ കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പോഴെന്ത് പറ്റും? എംപ്ലോയിക്ക് എന്ത് സംഭവിക്കും? എംപ്ലോയി ബിക്കംസ് ഡിസപ്പോയിന്റഡ്. തീർച്ചയായിട്ടും അവിടെ നിരാശ തോന്നും. നമ്മൾ വലിയ കാര്യമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അടുത്ത വർഷം മുതൽ സാലറി വർദ്ധിക്കുമല്ലോ. ആ പ്രതീക്ഷ അവിടെ സ്ഥാനത്താകുന്നു, നിരാശ തോന്നുന്നു. അത്തരം ഗ്രീവിയൻസിനെ വിളിക്കുന്ന പേരാണ് ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന്. ഇപ്പൊ മനസ്സിലായോ? ക്ലിയർ ആയോ? വാട്ട് ഈസ് ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് മനസ്സിലായോ? വേഗം പറ. യെസ്, അപ്പൊ ഒന്ന് വേഗം അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഫാക്ച്വൽ ഗ്രീവിയൻസിലെ ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ദ റിലേഷൻഷിപ്പ് ഓഫ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഈസ് ബേസ്ഡ് ഓൺ ദ ഓർഗനൈസേഷൻസ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. ഓർഗനൈസേഷന്റെ എംപ്ലോയ്മെന്റ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കരാറില് എന്താ പറയാ, കരാറുമായി ബന്ധപ്പെട്ടാണ് എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ബന്ധം ഇരിക്കുന്നത്. ഓക്കെ, അടുത്ത സെന്റൻസ്, it is the employment contract which specifies the norms that define limits of employees expectation. എംപ്ലോയികൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കും, പക്ഷെ അതിനെയൊക്കെ ഒരു എന്താ പറയാ ഒരു പരിധിയിലാക്കുക അല്ലെ, അതൊക്കെ ഒരു പരിധിയിൽ കൊണ്ടുവരിക. ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ എല്ലാം നമുക്ക് ഓർഗനൈസേഷൻസ് ആവശ്യമില്ല. അപ്പൊ അതിനെയൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി, അത്തരം എക്സ്പെക്ടേഷൻസിനെയൊക്കെ ലഘൂകരിച്ച് ഒരു പരിധിയിലേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഓർഗനൈസേഷൻസ് കുറെ നിയമങ്ങൾ, കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാക്കി വയ്ക്കും. ഓക്കെ, അത്തരം എക്സ്പെക്ടേഷൻസ്, പ്രതീക്ഷകള് നമ്മളുടെ സാധ്യമാകാതെ വരുമ്പോ എംപ്ലോയീസിന് എന്തുണ്ടാകും? നിരാശ. അത് ആ സെന്റൻസ് ഒന്നുണ്ടല്ലോ ചെയ്യാം. When the expectations are not met by the organization. When these എന്നുള്ള വാക്ക് വേണ്ടതൊന്നുമില്ല. When expectations are not met by the organization, the employee gets disappointed with his job. And this type of disappointment is known as factual grievance. അത്തരം നിരാശയെ വിളിക്കുന്ന പേരാണ് ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന്. ആ രണ്ട് സെന്റൻസ് കൂടി കണക്ട് ചെയ്ത് ഒറ്റ സെന്റൻസ് ആയിട്ടൊക്കെ ചോദ്യം വരുള്ളൂ, പക്ഷെ അത് രണ്ടും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായല്ലോ അല്ലെ? എക്സാമ്പിൾ അടക്കം മനസ്സിലായല്ലോ? എക്സാമ്പിൾ പറഞ്ഞപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി രണ്ടാമത്തെ ഫോം ഓഫ് ഗ്രീവിയൻസ് എന്താണ്? ഇമാജിനറി ആണ്. ഇവിടെ എന്താണെന്ന് അറിയാമോ? ഇതൊരു പ്രത്യേക തരം ഗ്രീവിയൻസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് അറൈസസ് വെൻ ആൻ എംപ്ലോയി ഈസ് ഡിസപ്പോയിന്റഡ് ഓർ ഡിസാറ്റിസ്ഫൈഡ്. ഇവിടെ ആ എംപ്ലോയിക്ക് തോന്നുന്ന ഒരു തരം അസംതൃപ്തി, തൃപ്തിക്കുറവ്. എന്തുകൊണ്ടാണ് തൃപ്തിക്കുറവ് ഉണ്ടാവുകയെന്ന് അറിയാം? ഡ്യൂ ടു റോങ് പെർസെപ്ഷൻ, ഡ്യൂ ടു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഡ്യൂ ടു ഇൻകറക്റ്റ് ഇൻഫർമേഷൻ. അതായത് ചില പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്, ചില താല്പര്യക്കുറവാണ്. എന്താ കാരണം? ഒന്ന്, റോങ് പെർസെപ്ഷൻ. നമ്മൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി ആലോചിച്ച് വെച്ചിരുന്നു. അതേസമയം ആ ഓർഗനൈസേഷനിൽ നിന്ന് അങ്ങനെ ഒരു കാര്യമില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ ചിന്തിക്കുന്നു. വേറെ തെറ്റായ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ വെറുതെ ഊഹിച്ചു കൂട്ടുന്നു. മനസ്സിലായോ? അങ്ങനെ അവരവരുടെ സ്വന്തം പെർസെപ്ഷനിൽ നിന്ന് എടുത്ത് ചിന്തിച്ച് വെറുതെ കുറെ തെറ്റായ ധാരണകൾ മനസ്സിലാക്കി വെക്കുന്നു. ഓക്കെ, അതാകാം. അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്താ പറയാ? നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവം. ചിലപ്പോൾ ഏതെങ്കിലും ആളുകളോടായിരിക്കാം, മാനേജ്മെന്റിനോടായിരിക്കാം, അവിടെ നൽകുന്ന ചില ജോലിയോ മറ്റു കാര്യങ്ങളോടായിരിക്കാം ഒരു നെഗറ്റീവ് മൈൻഡ്.
ചില ആൾക്കാർക്ക് എന്തെങ്കിലും കാണുമ്പോഴേക്കും അവർ എല്ലാം നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. അങ്ങനെ നെഗറ്റിവിറ്റി സ്വന്തം മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മളത്. നെഗറ്റീവ്സിനെ പോസിറ്റീവ് ആക്കുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുക. ഏത് കാര്യത്തിലായാലും, ഏത് എന്താ പറയാ മേഖലയിലായിക്കോട്ടെ, എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിക്കോട്ടെ, നമുക്ക് നെഗറ്റീവ്സ് ഉണ്ടാകും. ഇപ്പൊ നമ്മൾ എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കാൻ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മൾ എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇത് കോണ്ടാക്ട് ചെയ്തപ്പോ നിങ്ങൾ ഇത് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്നും ഇതിന്റെ സാധ്യതകൾ മറ്റൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതെന്നെ കൊണ്ട് പറ്റുമോ കണ്ടോ. അപ്പൊ നമ്മളുടെ നെഗറ്റീവ് ആയിട്ടാണ് അവിടെ പ്രവർത്തിച്ചത്, പറ്റുമോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ പറ്റുമോ എന്നുള്ള ചോദ്യം ഉള്ളിലേക്ക് വന്നപ്പോ തീർച്ചയായിട്ടും ഞാനത് പഠിച്ചെടുക്കും, എനിക്ക് പറ്റും എന്ന് അതിനെ പോസിറ്റീവ് ആക്കി മാറ്റി എന്ത് ചെയ്തു, നിങ്ങൾ ഇത് ജോയിൻ ചെയ്തു. ഇനി ഇത് പഠിച്ചെടുത്ത് ഇതൊക്കെ കണ്ടെങ്കിൽ ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ, എനിക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ വേണ്ട, ഒരു സംശയപ്രകടനം വേണ്ട. അതിന് എനിക്ക് പറ്റണം, കാരണം ഇത് ഇതെന്റെ ആവശ്യമാണ്, ഇത് പഠിച്ചെടുക്കുക, ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുക, അതുമായി ബന്ധപ്പെട്ട് ജോലിക്ക് കയറുക. ഇറ്റ്സ് മൈ എന്താ പറയാ വാണ്ട്, നെസസിറ്റി, അതെനിക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മൾ എത്തിപ്പിടിക്കാൻ എത്തും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളും ഉണ്ട്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് തോന്നുന്ന ചില സന്ദർഭങ്ങളും ഉണ്ട്. അപ്പൊ നെഗറ്റീവ് എന്തെങ്കിലും തരത്തിലുള്ള മനോഭാവമാകാം എംപ്ലോയീസിന്റെ, അല്ലെങ്കിലോ ഇൻകറക്റ്റ് ഇൻഫർമേഷൻ, ആരെങ്കിലും തെറ്റായ രീതിയിൽ വന്ന് നമുക്ക് പല ഇൻഫർമേഷൻസ് തരുന്നു, മാനേജ്മെന്റ് നമ്മളെ കുറിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു എന്ന് തെറ്റായിട്ട്. ആക്ച്വലി ഇതെന്താ ഉള്ളതാണോ ഇല്ലെന്നോ നമുക്കറിയില്ല. പക്ഷെ നമ്മളിലേക്ക് ഇത് വരുമ്പോ നമുക്ക് തോന്നുന്ന ഒരു മടുപ്പ്, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു താല്പര്യക്കുറവ്, എന്നാലും അങ്ങനെ എന്നെ കുറിച്ച് അങ്ങനെ തോന്നി, അല്ലെങ്കിൽ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തെറ്റായ രീതിയിലുള്ള ഇൻഫോർമേഷൻസ്, അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ധാരണ ഇതിനെ കുറിച്ച് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ച് ഉണ്ടാകുന്ന ഒരു തരം ഗ്രീവിയൻസിനെയാണ് നമ്മൾ ഇമാജിനറി എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോ, ഇമാജിൻ ചെയ്തേക്കുന്നതാണ്. അതായത് സ്വന്തമായിട്ട് മനസ്സിലാക്കിയേക്കണ്ട, അല്ലാണ്ട് അത് ആക്ച്വലി ഉള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആക്ച്വലി ഉള്ളതല്ല, നമ്മൾ സ്വന്തമായിട്ട്. ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് ഇവരൊക്കെ വന്നിട്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ തെറ്റായ രീതിയിൽ എന്നോട് ഇൻഫോം ചെയ്യാമെന്ന് കരുതി. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്ത് തോന്നും, ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടും നമ്മളെ കുറിച്ച് ഒരു മോശമായ കാര്യം പറഞ്ഞു നടക്കുന്നു. സോ ഐ ഫീൽ ഡിസപ്പോയിന്റ്മെന്റ് അല്ലെ, എനിക്ക് എന്ത് തോന്നും, നിരാശ തോന്നും, സ്വാഭാവികമാണ്. പക്ഷെ അത് ആക്ച്വലി ഉള്ളതാണോ ഇല്ലാതെ ആണോ എന്ന് അന്വേഷിക്കാണ്ട് അങ്ങനെ വെറുതെ സ്വന്തമായിട്ട് നിരാശകൾ തോന്നുകയാണ്. മനസ്സിലായോ? അത് ചില ആളുകളുടെ ഇതാണ്. ആളുകൾ എന്തും പറഞ്ഞിട്ടെ കുഴപ്പമില്ല, ഞാൻ റൈറ്റ് ഓർ റോങ്, ഞാൻ ശരിയോ തെറ്റോ എന്ന് നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനോട് ചോദിച്ചാൽ പോരെ. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുണ്ടോ? വേണോ? മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുണ്ടോ? വേണ്ട. നമുക്ക് നമ്മളോട് തന്നെ സ്വയം ചോദിക്കാം, ഐ ഓൺ ദ റൈറ്റ് വേ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, ഞാൻ ശരിയായ മാർഗത്തിലൂടെയാണോ നടക്കുന്നത് എന്ന് എനിക്ക് തന്നെ തോന്നാൻ മതി. അല്ല, മാനേജ്മെന്റിന് നമ്മളോട് അറിയിക്കാനുള്ളതാണെങ്കിൽ അവർ സ്ട്രേറ്റ് ഫോർവേഡ് നമ്മളോട് തന്നെ ചോദിക്കും, നമ്മളോട് അറിയിക്കും, എങ്ങനെയാണ് ടീച്ചർ, എങ്ങനെയാണ് കാര്യങ്ങളെന്ന് മാനേജ്മെന്റ് നമ്മളെ നേരിട്ട് അറിയിക്കും. അവരൂരും പറഞ്ഞു എന്ന് വിചാരിച്ചത് ഐ എം നോട്ട് ടു ഗെറ്റ് ഡിസപ്പോയിന്റഡ്, എനിക്ക് നിരാശ തോന്നേണ്ട ആവശ്യമില്ല. അതൊരു എംപ്ലോയീസിനെ സംബന്ധിച്ച് അങ്ങനെയാവണം. നമ്മൾ ഇതുപോലെ ജോലിക്കൊക്കെ പോയി കഴിയുമ്പോൾ ഇതുപോലെയുള്ള പല സർക്കംസ്റ്റാൻസസ്, ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോ ഇത് ശരിയോ തെറ്റോ എന്ന് അറിയാതെ വെറുതെ ഒരു നിരാശ എടുത്ത് നമ്മുടെ തലയിലോട്ട് കയറ്റേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന രീതിയിലുള്ള ഗ്രീവിയൻസ് ആണ്. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും, നമ്മള് ഇമാജിനറി ഗ്രീവിയൻസ് എന്ന് വിളിക്കും. അങ്ങനെ ഇമാജിനറി ഗ്രീവിയൻസ് വന്നു കഴിഞ്ഞാൽ പറ്റുമെന്നറിയാമോ, അത് നമ്മുടെ ജോലിയെ ബാധിക്കും. അതിങ്ങനെ നീണ്ടു കിടക്കും. കാരണം നമ്മളല്ലേ ചിന്തിച്ചു കൂട്ടണേ. നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടി ചിലപ്പോൾ നമ്മളുടെ കൂടെയുള്ള ജോലിക്കാരോട് ഇങ്ങനെ പറയും, അങ്ങനെ അവരോട് ഇവരോടൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് എടുക്കും. യഥാർത്ഥത്തിൽ എവിടെ നിന്നാണോ ഇതിന്റെ സൊല്യൂഷൻ കിട്ടണേ അവിടെ ഒട്ട് എത്തില്ല താനും. മനസ്സിലായോ? അപ്പൊ നമ്മൾ തന്നെ വെറുതെ ഇങ്ങനെ കിടന്ന് നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കുമ്പോൾ ഇത് ബ്രിങ്സ് നെഗറ്റീവ് ഇമേജ് ടു ദ ഓർഗനൈസേഷൻ among the employees. അങ്ങനെ വരുമ്പോൾ അറിയോ, ഞാനിപ്പോ എന്നെ കുറിച്ച് അങ്ങനെ എന്ന് പറഞ്ഞു, അവരിങ്ങനെയാണ് ചിന്തിച്ചേക്കണെന്ന് ഞാൻ എന്റെ കൂടെയുള്ള ജോലിക്കാരോടൊക്കെ പറയുമ്പോ എന്ത് പറ്റും, എംപ്ലോയീസിന്റെ ഇടയിൽ നമ്മൾ ജോലി ചെയ്യുന്ന നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇമേജ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. അത് അപ്പൊ എന്ത് ചെയ്യണം, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അത്തരം ഗ്രീവിയൻസുകൾ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് മനസ്സിലാക്കി മാനേജ്മെന്റ് എത്രയും പെട്ടെന്ന് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തണം, ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ ഡീൽ ചെയ്യും എന്നാണ് പറയാ. അതാണപ്പോ എന്ത് ഇമാജിനറി ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇമാജിനറി ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. When an employee is dissatisfied
due to his wrong perception, negative attitude and incorrect information. അത് കഴിഞ്ഞിട്ട് it may develop. it എന്ന് പറഞ്ഞാൽ imaginary ഗ്രീവിയൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഇറ്റിന്റെ സ്ഥാനത്ത് നമ്മൾ വായിക്കേണ്ടത് ഇമാജിനറി. ഗ്രീവിയൻസ് may develop a negative image of the organization in front of the employees, which may decrease the work efficiency. അങ്ങനെ വരുമ്പോ മറ്റുള്ളവരുടെ മുമ്പില് ഓർഗനൈസേഷന്റെ ഇമേജ് അങ്ങോട്ട് മാറി, നെഗറ്റീവ് ഇമേജ് കൊടുക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെയാണോ ഈ ഒരു സ്ഥാപനം, അങ്ങനെയാണോ ഈ ഒരു സ്ഥാപനം, അല്ലെ ഈ സ്ഥാപനം വളരെ മോശമാണല്ലോ കണ്ടത്, അങ്ങനെ ഒരു നെഗറ്റിവിറ്റി ആ ഒരു ഓർഗനൈസേഷന് കൊടുക്കും. അങ്ങനെ വരുമ്പോ ഇത്തരം ഒരു മോശം ഒരു ഓർഗനൈസേഷനിലാണോ നമ്മൾ ജോലി ചെയ്യുന്നത് എന്നോർത്ത് നമ്മുടെ ജോലിയിലും നമ്മുടെ ജോലിയുടെ കാര്യക്ഷമതയിലും അത് കോട്ടം വരുത്തും, അല്ലെ, അത് മോശമായ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് അത്തരം ഗ്രീവിയൻസ്, ഇമാജിനറി ഗ്രീവിയൻസ് ഷുഡ് ബി ഡയറക്റ്റ് വിത്ത് ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് തന്നെ അത്തരം ഗ്രീവിയൻസിനെ ഹാൻഡിൽ ചെയ്യണം എന്നാണ് പറയുക കേട്ടാ. ഇറ്റ് മേ ഡെവലപ്പ് എന്നുള്ളത് ഇറ്റ് മാറി അവിടെ ഇമാജിനറി ഗ്രീവിയൻസ് എന്ന് തുടങ്ങി വർക്ക് എഫിഷ്യൻസി വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. 2 സെന്റൻസ് പറഞ്ഞോട്ടെ. അടുത്തത് and the third form of grievance, മൂന്നാമത്തെ രൂപം. ഗ്രീവിയൻസിന്റെ ഒന്നാമത്തേത് ഫാക്ച്വൽ. അത് എംപ്ലോയിയുടെ എക്സ്പെക്ടേഷൻ ആണ്, പ്രതീക്ഷകളാണ്. പ്രതീക്ഷകൾ അസ്ഥാനത്താകുമ്പോൾ നിരാശ ഉണ്ടാകും. അത്തരം ഗ്രീവിയൻസിനെ നമ്മൾ ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് വിളിക്കും. രണ്ടാമത്തേത് ഇമാജിനറി ആണ്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, റോങ് പെർസെപ്ഷൻ, അതുപോലെ തന്നെ ഇൻകറക്റ്റ് ഇൻഫോർമേഷൻ, അതുകൊണ്ടുണ്ടാകുന്ന എംപ്ലോയിയുടെ ഡിസാറ്റിസ്ഫാക്ഷൻ, അത് ഇമാജിനറി ഗ്രീവിയൻസ് എന്ന് വിളിക്കും. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് തേർഡ് വൺ ഈസ് ഡിസ്ഗൈസ്ഡ് ഗ്രീവിയൻസ് ആണ്. ഡിസ്ഗൈസ്ഡ് ആണ് എന്ന് വെച്ചാലല്ലേ, ഈ ഡിസ്ഗൈസ്ഡ് എന്ന് പറഞ്ഞ എന്താ വാക്ക്, ഇത് ശരിയായിട്ടുള്ളതല്ലാത്തത്. ഡിസ്ഗൈസ്ഡ് ആസ് എ കിങ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അദ്ദേഹം പറയുമ്പോൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, രാജാവിനെ പോലെ വേഷം മാറി, അല്ലെങ്കിൽ രാജാവ് വേഷം മാറി നടക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ കിങ് ഡിസ്ഗൈസ്ഡ് ആസ് എ ബെഗർ കേട്ടിട്ടില്ല? അങ്ങനെ ഒരു വാക്ക് കേട്ടല്ലേ? ഇംഗ്ലീഷ് സെന്റൻസ് ഒക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ടാവും. രാജാവ് ഒരു യാചകനെ പോലെ വേഷം മാറി ഇറങ്ങി നാട്ടിലൊക്കെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങുമ്പോ എങ്ങനെയൊക്കെയാണ് ആളുകൾ ഡീൽ ചെയ്യുന്നത്, രാജാവിനോട് ബഹുമാനം മൊത്തമൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യും. ചെറിയ ചെറിയ കഥകളിലാണ് ആ ഒരു വേർഡ് കൂടുതൽ ഉപയോഗിച്ച് കണ്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വേർഡ് അവിടെ വെറുതെ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞത്. ഇവിടെ എന്താ ഡിസ്ഗൈസ്ഡ് ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാലേ, ഇതിന് നമ്മൾ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി വെച്ചേക്കാണ്. പക്ഷെ എന്താണ് നമുക്ക് എന്നിട്ട് സ്വന്തമായിട്ട് ഒരു ഡിപ്രഷൻ, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, അതൊക്കെ ഡിപ്രഷനിലേക്ക് പോകും. ഒന്നിലും ഒരു താല്പര്യമില്ല, ഒരു തൃപ്തിയില്ലാത്ത ചില മനുഷ്യന്മാരെ പോലെ ആകും നമ്മള്. അത് എന്താണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ എന്ന് വ്യാറോട്ടണ്ടായിരുന്നോ? നമ്മൾക്ക് അതിന്റെ കാരണം അറിയില്ല. എന്താണ് എന്റെ അസംതൃപ്തിക്ക്, എന്റെ താല്പര്യക്കുറവിന് കാരണം എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ, അങ്ങനെ ഉണ്ടാകുന്ന ഗ്രീവിയൻസിനെയാണ് നമ്മൾ വിളിക്കുക ഡിസ്ഗൈസ് എന്ന് വെച്ചാൽ. ഒരു രൂപമില്ല, രൂപം എന്തൊക്കെയോ ആണ്, പക്ഷെ പറയാൻ പറ്റുള്ള എന്താണ്. ഇനി അതെങ്ങനെയാണ് കൂടുതൽ ഒന്നുകൂടി എക്സാമ്പിൾ സഹിതം വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഇല്ലേ, നമുക്ക് ഒരു എംപ്ലോയിക്ക് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സാലറി കിട്ടും, മറ്റേതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടും. അതൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കും, അല്ലെ? സാലറി കിട്ടുന്ന ദിവസം ഭയങ്കര സന്തോഷമായിരിക്കും. എന്താ പറയുക, എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ ബോണസ് തരുന്നു എന്ന് പറയുമ്പോൾ അതിലേറെ സന്തോഷമായിരിക്കും. പിന്നെ ഓർഗനൈസേഷനിൽ ചില എന്തെങ്കിലും തരത്തിലുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അപ്പോഴും നമുക്ക് വലിയ സന്തോഷം ഉണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് ഒരു എംപ്ലോയിക്ക് ആ ഓർഗനൈസേഷനിൽ സന്തോഷം നൽകുന്ന സാഹചര്യങ്ങളാണ്. ആൻഡ് മറ്റു കുറെ സന്തോഷങ്ങൾ കൂടി ഓർഗനൈസേഷനിൽ നിന്ന് എംപ്ലോയീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതെന്താ? എംപ്ലോയീസിൽ നിന്ന് മാത്രമല്ല, തന്റെ കൂടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സിൽ നിന്ന്, മാനേജ്മെന്റിൽ നിന്നൊക്കെ മറ്റു കുറെ കാര്യങ്ങൾ കൂടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാ? ഒന്ന് ഫ്രണ്ട്ലിനെസ്, എന്താ? സുഹൃത്ത്, സൗഹൃദം, അപ്രീസിയേഷൻ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങള് നല്ലതായി ചെയ്യുമ്പോൾ അവര് പ്രതീക്ഷിക്കുന്നതിൽ നിന്നും ഉപരിയായിട്ട്, അതിന്റെ എബവ് ആയിട്ട് ചെയ്യുമ്പോൾ, എബവ് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു അപ്രീസിയേഷൻ, ഒരു അനുഭവം, വെരി ഗുഡ്, നന്നായി ചെയ്തല്ലോ നിങ്ങള് എന്ന് നമ്മളെ നോക്കി പറയുക. അല്ലെങ്കിൽ മറ്റുള്ള എംപ്ലോയീസിനെ കൂട്ടി നിർത്തിയിട്ട് ഇന്ന ആള് കണ്ടോ, ആള് ഇന്നത് വളരെ കൃത്യമായിട്ട് ആ ഒരു മാസത്തിലെ ജോലിയിൽ ഇങ്ങനെ ഒരു നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചു നിർത്തി പറയാനോ അംഗീകരിക്കാനോ, അതുപോലെ എന്തെങ്കിലും ചെറിയൊരു അധികാരം അതൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ ആളെ നമ്മൾ ഇന്ന സ്ഥാനത്ത് ഇത് നിങ്ങളാണെങ്കിൽ, ഈ ആളാണെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ
ഒരു ലീഡർഷിപ്പ് ആയിട്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങള്. പിന്നെ എന്താ പറയാ, എന്തെങ്കിലും വിജയത്തിന് അനുസൃതമായിട്ട് അവർ ചെയ്ത എന്തെങ്കിലും കാര്യം വിജയിച്ചു, അതിനുള്ള ചില എന്തെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ കൊടുക്കുന്ന ചില ബെനിഫിറ്റുകൾ ഒക്കെ കൊടുക്കും. അതും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ചില ആളുകള് ഓർഗനൈസേഷനിൽ അതിനു വേണ്ടിയിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ജോലി ചെയ്യും. സാധാരണ കടമ നിർവഹിക്കുന്ന പോലെ മാത്രമല്ല, അല്ലാതെ എക്സ്ട്രാ തന്റേതല്ലാത്ത ജോലി പോലും എന്ത് ചെയ്യും, പല കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യും ചില ആളുകൾ. അങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ ഒത്തിരി പണികളൊക്കെ ഇല്ലേ, അതില് കുറെയൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് അടിച്ച് അങ്ങോട്ട് പോകും. പക്ഷെ ചില ആളുകൾ അത് കാണുമ്പോൾ തന്റെ ജോലി അല്ല എങ്കിൽ കൂടി കണ്ടറിഞ്ഞ ആ കാര്യം അങ്ങോട്ട് ചെയ്യും. അങ്ങനെയുള്ളവരാണ് പെർഫെക്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഓർഗനൈസേഷൻസിലും there are some employees, അത് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ല, ഡ്യൂട്ടി അല്ല എന്ന് തോന്നിയാലും അവർ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ മറ്റുള്ളവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ ചെയ്യുന്നു. അങ്ങനെ വരുന്നവർക്ക് ഒരു അനുമോദനം, അങ്ങനെയുള്ള ചില എന്താ പറയാ അപ്രീസിയേഷൻസ് ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയുള്ളത് കിട്ടാതെ വരുമ്പോൾ ചില എംപ്ലോയീസിന്റെ മനസ്സിൽ ഇത്തരം ചില അതൃപ്തികൾ തോന്നും. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അല്ലെ, ഇത്രയൊക്കെ മറ്റുള്ളവരെ പോലെയല്ല, ഞാനിവിടെ അതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും മറ്റു കോവർക്കേഴ്സോ നമ്മുടെ മാനേജ്മെന്റോ ഈസ് നോട്ട് ഗിവിംഗ് എനി ടൈപ്പ് ഓഫ് അറ്റൻഷൻ. എനിക്ക് വേണ്ടത്ര ശ്രദ്ധ ഞാൻ കൊടുത്ത ആ ഒരു ഇതിന് എനിക്ക് വേണ്ടത്ര ശ്രദ്ധ തരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത്ര അപ്രീസിയേഷൻസ് തരുന്നില്ല എന്നൊക്കെ തോന്നുമ്പോ എന്ത് ചെയ്യും, അവരുടെ മനസ്സിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫീലിംഗ്, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിസ്ഗൈസ്ഡ് ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. അങ്ങനെ വരുമ്പോ അത്തരം ഗ്രീവിയൻസുകൾ, അതായത് ഡിസ്ഗൈസ്ഡ് ഗ്രീവിയൻസ് ആണെങ്കിൽ കൂടി ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അതും നമ്മൾ നേരത്തെ കൂട്ടി മനസ്സിലാക്കി കണ്ടെത്തി അതിനുള്ള കാര്യങ്ങള് സൊല്യൂഷൻസ് കണ്ടെത്തണം. അതല്ലെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ഹാർംഫുൾ സീക്വൻസസ്. അല്ലെങ്കിൽ എന്ത് പറ്റും, അത് വളരെ ഉപദ്രവകരമായിട്ടുള്ള എന്താ പറയാ ഫലങ്ങളായിരിക്കും അതിൽ നിന്ന് ഉണ്ടാകുക. കൊടുക്കേണ്ടവർ കൊടുക്കണം, അത് അംഗീകാരമായിക്കോട്ടെ പണമായിക്കോട്ടെ, രണ്ടും എംപ്ലോയീസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? എന്തിനാണ് നമ്മൾ വലിയ ഓർഗനൈസേഷനിൽ ജോലിക്ക് പോണേ? അതിനെ കുറിച്ച് എക്സാം എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ വീട്ടിലത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. നമ്മുടെ വീടുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഇവിടെ ഗേൾസ് ആണ് അല്ലെ, പെൺകുട്ടികളാണ് ഇവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അറിയാം, നമ്മുടെ വീടുകളിൽ നമ്മൾ എഴുന്നേറ്റ് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എത്രയോ ജോലികൾ ചെയ്യുന്നു അല്ലെ. നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിലും വീട്ടിലുള്ള വേറെ ആരെങ്കിലും ആണെങ്കിലും പുറത്ത് ജോലിക്ക് പോകുന്നു, അവർക്ക് വേണ്ടിയിട്ട് വരുമ്പോഴേക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നു, അവരുടെ തുണിയും വസ്ത്രങ്ങളൊക്കെ കഴുകി അയൺ ചെയ്ത് വെക്കുന്നു, വീടും ചുറ്റുപാടൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുന്നു, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ കയറി വരുമ്പോ നല്ല ഭംഗിയുണ്ടല്ലോ വീടൊക്കെ കാണാൻ, ഇന്നിവിടെ കുറച്ചധികം പണിയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, നല്ല നീറ്റ് ആണല്ലോ, ക്ലീൻ ആണല്ലോ, അപ്പൊ നിനക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയാം എന്നൊക്കെ പറഞ്ഞ് ഒരു നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെയുള്ള വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കാറില്ലേ നമ്മള്? ആണോ? അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഫുഡ്, ഇന്നത്തെ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഇന്ന് നല്ല കറി, എന്നെന്താ നീ കൂടുതൽ അധികം ഇട്ടെ, കണ്ടോ? ഇതൊക്കെ അപ്രീസിയേഷന്റെ ഭാഗമാണ്. ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലി അത് മറ്റുള്ളവരിൽ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യുമ്പോൾ we should be given some kind of appreciation. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില അനുമോദനങ്ങൾ, ചില എന്താ പറയാ നല്ല വാക്കുകൾ കേൾക്കാൻ ഓരോ എംപ്ലോയീസും ആഗ്രഹിക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, വീട്ടിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ജോലി സ്ഥലത്തും നമ്മൾ അത് കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് കൊടുക്കുക. അത് കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പം സംഭവിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഒരു വാക്ക്, ഒരു പുഞ്ചിരിയോടെ സ്നേഹത്തോടെ ജോലിയിൽ തട്ടി ഒരു നല്ലൊരു അപ്രീസിയേഷൻ കൊടുക്കുന്നത് കാശിന്റെ ചെലവൊന്നുമില്ല, വെറുതെ ഒന്നുകൊണ്ട് കൊടുക്കുക. അപ്പൊ എന്ത് പറ്റും, ആ ആള് ഗെറ്റ്സ് മോട്ടിവേറ്റഡ്, ആൾക്കാർക്ക് കിട്ടും കൂടുതൽ പ്രചോദനമാണ്, ഇനിയും നന്നായി ചെയ്യണം. കണ്ടോ, എനിക്ക് മറ്റുള്ളവരുടെ ഇടയിൽ മറ്റുള്ളവരുടെ ഒപ്പം നിൽക്കുമ്പോൾ എനിക്ക് ആ ഒരു അപ്രീസിയേഷൻ കിട്ടി, ബാക്കി അത് കിട്ടിയില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അങ്ങനെ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ട്, മനസ്സിലുണ്ടാകുന്ന ചില വിഷമങ്ങൾ, അതിനെയാണ് നമ്മള് ഡിസ്ഗൈസ്ഡ് ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. സോ ദീസ് ആർ ദ 3 ഫോംസ് ഓഫ് ഗ്രീവിയൻസ്. ഗ്രീവിയൻസുകളുടെ ഈ 3 രൂപങ്ങളാണ് നമുക്ക് അറിയേണ്ടത്: ഫാക്ച്വൽ ഗ്രീവിയൻസ്, ഇമാജിനറി ആൻഡ് ഡിസ്ഗൈസ്ഡ്. ക്ലിയർ ആയോ? 3 ഡിസ്ഗൈസ്ഡ് ഒന്ന് വായിച്ചു നോക്കാമോ? യെസ്. ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം.
ഓക്കെ. രണ്ടാമത്തെ സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. എംപ്ലോയീസ് സൈക്കോളജിക്കൽ നീഡ്സ്. നമുക്ക് നമ്മുടെ അതൊക്കെ മാനസികമായ ആവശ്യങ്ങളാണ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആവശ്യമുള്ളത്. ഫിസിക്കൽ ആയിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ശമ്പളം, അതൊക്കെയാണ് ഫിസിക്കൽ ആവശ്യങ്ങൾ അല്ലെ. അങ്ങനെയുള്ളത് നമുക്ക് കിട്ടുന്ന മറ്റ് ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ ബോണസുകൾ, ശമ്പളം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫിസിക്കലായി കിട്ടുന്ന നീഡ്സ്, എംപ്ലോയ്മെന്റിൽ നിന്ന് കിട്ടുന്നത്. അതല്ലാതെയുള്ള സൈക്കോളജിക്കൽ നീഡ്സ്, ഫ്രണ്ട്ലിനെസ്, അപ്രീസിയേഷൻ, സക്സസ്, അതോറിറ്റി, അധികാരം, ഇതൊക്കെ കിട്ടേണ്ടത് നമുക്ക് എന്താ പറയാ, അത്തരം അധികാരങ്ങളും കാര്യങ്ങളൊക്കെ അനുമോദനങ്ങളൊക്കെ കിട്ടേണ്ടത് ഒരു നമ്മുടെ മാനസികമായ ആവശ്യമാണ്. അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം പ്രതീതി, അത്തരം ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു അതൃപ്തി, അതിനെയാണ് നമ്മൾ ഡിസ്ഗൈസ്ഡ് ഗ്രീവിയൻസ് എന്ന് വിളിക്കാം. ഓക്കെ. ആ സെന്റൻസും രണ്ടാമത്തെ സെന്റൻസും മാത്രം അണ്ടർലൈൻ ചെയ്യാം. ആൻഡ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സോഴ്സസ് ഓഫ് ഗ്രീവിയൻസ് ആണ്. ഈ ഗ്രീവിയൻസ് വരുന്ന വഴിയാണ്. എന്താ, ഏത് മാർഗത്തിലൂടെയൊക്കെയാണ് ഈ ഗ്രീവിയൻസ് വരുന്നത്, ഏതൊക്കെയാണ് ഗ്രീവിയൻസിന്റെ സ്രോതസ്സെന്ന്. ഈ ഇത്തരം പരാതികളും പരിഭവങ്ങളും ഇത്തരം കൂട്ടായ കംപ്ലൈന്റുകളൊക്കെ വരുന്ന ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും ഈ ഗ്രീവിയൻസിന്റെ സോഴ്സസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗ്രീവിയൻസ് വരുന്ന ഉറവിടങ്ങൾ മൂന്നാണ്. ഒന്ന് മാനേജ്മെന്റ് പ്രാക്ടീസസ് എന്ന് വെച്ചാൽ മാനേജ്മെന്റ് വരുത്തി വെക്കുന്ന ചില കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഗ്രീവിയൻസ്, മനസ്സിലായോ? മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില പ്രവർത്തികൾ, അതുമൂലം ഉണ്ടാകുന്ന ഗ്രീവിയൻസ് എംപ്ലോയീസിന്. രണ്ടാമത്തേത് ഗ്രീവിയൻസ് റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ്. വ്യക്തികളെ കൈകാര്യം ചെയ്യില്ല, ഓരോ വ്യക്തികളായിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലമായിട്ട് ഉണ്ടാകാവുന്ന ഗ്രീവിയൻസ്. തേർഡ് വൺ ഈസ് അക്കോർഡിംഗ് ടു വർക്കിംഗ് കണ്ടീഷൻസ്. ഒരു എംപ്ലോയിക്ക് അവൻ ജോലി ചെയ്യുന്ന ചുറ്റുപാടിലെ ആ പ്രത്യേകതകൾ, അതിന്റെ വ്യവസ്ഥകൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഗ്രീവിയൻസ്. അങ്ങനെ മൂന്ന് സ്രോതസ്സുകളിൽ നിന്ന് ഗ്രീവിയൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഏതൊക്കെയാണത്? മെയിൻ ആയിട്ട് മാനേജ്മെന്റ് പ്രാക്ടീസസ്, രണ്ടാമത്തേത് ഗ്രീവിയൻസ് റിസൾട്ടിംഗ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ്, ആൻഡ് തേർഡ് വൺ ഈസ് ഫ്രം വർക്കിംഗ് കണ്ടീഷൻസ്. ഈ മൂന്ന് രീതിയിലാണ് നമുക്ക് സാധാരണ ഒരു ഓർഗനൈസേഷൻസിലെ എംപ്ലോയീസിന് ഗ്രീവിയൻസുകൾ ഉണ്ടാകുന്നത്. ഇനി അത് വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ട് ഒന്നാമത്തെ മാനേജ്മെന്റിന്റെ ഭാഗത്തുണ്ടാകുന്ന പ്രത്യേകതകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഗ്രീവിയൻസ് ഉണ്ടാകുക, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മാനേജ്മെന്റ് പ്രാക്ടീസസിന്റെ ഭാഗത്തുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തികൾ കൊണ്ടാകാം ചിലപ്പോ എംപ്ലോയീസിന് പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകാം. ഒന്നാമത്തെ മാനേജ്മെന്റിന്റെ സ്റ്റൈലാണ്. അതായത് ചില സ്ഥലത്ത്, ചില എന്താ പറയാ ഓർഗനൈസേഷനിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഭരണരീതി ആയിരിക്കും. എംപ്ലോയീസും എംപ്ലോയർമാരും തമ്മിൽ, അതായത് മാനേജ്മെന്റുകാര്, അത് മാനേജ് ചെയ്യുന്ന ആളുകൾ, എംപ്ലോയേഴ്സ്, അവരൊരു എന്താ പറയാ ഒരു ഏകാധിപത്യം എന്ന് വെച്ചാൽ സ്വേച്ഛാധിപത്യം എന്നൊക്കെ നമ്മൾ പറയുന്നേ. ഞങ്ങൾ ഭയങ്കര ഉന്നതന്മാരാണ്, ഞങ്ങളാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെ. അവരുടേതായ ഒരു സ്റ്റൈലിൽ അവർ കാര്യങ്ങളെ നോക്കിക്കാണും. മറ്റുള്ളവരെ, അതായത് താഴെയുള്ള എംപ്ലോയീസിനെ അതിനകത്തേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ കൂടി ഇടപെടലുകൾ ഉണ്ടാക്കുക, ഇതൊന്നും ചെയ്യില്ല. അവരെല്ലാം തീരുമാനിക്കും, നിങ്ങൾ അതങ്ങനെ ഫോളോ ചെയ്യാം, ആ ഒരു രീതി. ഓക്കെ. അത് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ, ഏകാധിപത്യ രീതിയുമുണ്ട്. ചില സ്ഥലങ്ങളിൽ അവരുടേതായ പാർട്ടിസിപ്പേറ്റീവ് ഒരു സ്റ്റൈലുണ്ട്. പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയീസിനെയും അതിനകത്ത് ചേർക്കും. എംപ്ലോയർമാർ പല കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ they also include the ideas of employees. അവര് എംപ്ലോയിമാരുടെയും അഭിപ്രായങ്ങളും അവരുടെ ആശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. എന്നിട്ട് അത് രണ്ടും മിക്സ് ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകും. മറ്റേത് അങ്ങനെയല്ല, ഓട്ടോക്രാറ്റിക് സ്റ്റൈലിൽ അങ്ങനെയല്ല. അവർ തീരുമാനങ്ങൾ എടുക്കും, അത് ഫോളോ ചെയ്യണം ആര്? എംപ്ലോയീസ്, ആ ഒരു രീതി. പക്ഷെ ആളുകൾ കൂടുതലും ഏതായിരിക്കും പ്രിഫർ ചെയ്യുക എന്ന് പറഞ്ഞേ? ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണോ, പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണോ? വിച്ച് വിൽ ദ എംപ്ലോയീസ് പ്രിഫർ? നിങ്ങൾ പറ, ഏതായിരിക്കും ആളുകൾക്ക് ഇഷ്ടം? എന്തായിരിക്കും? യെസ്, പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് തന്നെയാണ്. കാരണം ഇപ്പൊ ഒരു ഓർഗനൈസേഷനില് എംപ്ലോയർ, ഞാൻ ഇങ്ങനെ എപ്പോഴും തലയെടുപ്പുള്ള ആളുകൾ, നിങ്ങൾ ഞങ്ങളുമായിട്ട് ആവശ്യത്തിന് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ, നമ്മളുമായിട്ട് അങ്ങനെ വലിയ എംപ്ലോയീസുമായിട്ട് പെട്ടെന്ന് ഇന്ററാക്ട് ഒന്നും ചെയ്യില്ല, ഭയങ്കര എന്താ പറയാ ഒരു ഭയങ്കര സീരിയസ് ഫേസോടെയും കാരണം ഞാൻ എംപ്ലോയർ ആണ്, നിങ്ങളൊക്കെ എംപ്ലോയീസ് ആണ്, താഴെയുള്ളവരാണ്, അപ്പൊ നമ്മളുടെ ഒപ്പം നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ രീതിയിൽ, അതൊക്കെ പണ്ടത്തെ രീതിയായിരുന്നു. പണ്ടൊക്കെ അങ്ങനെയാണ് അല്ലെ? മുതലാളിമാര് അങ്ങനെ മുതലാളികളായിട്ട് നിൽക്കും, അടിമകളെ പോലെ എന്താ പറയാ എംപ്ലോയീസിനെ കൊണ്ട് പണിയേൽപ്പിക്കും. എന്താണോ അവര് എന്ത് ചെയ്യുന്ന ഡിക്ലെയർ ചെയ്യുന്നത്, അവര് പ്രഖ്യാപിക്കുന്നത് എന്താണോ ഇവരത് ചെയ്യണം അല്ലെ? അവര് എന്താണോ നമുക്ക് തരുന്ന ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അത് ഫോളോ ചെയ്യാൻ
സ്ലേവ്സിനെ പോലെ, അതായത് അടിമകളെ പോലെ ജോലി ചെയ്തിരുന്ന ഒരു കാലഘട്ടം പണ്ട് വളരെ കാലഘട്ടം മുമ്പാണ്. പക്ഷെ ഇന്നൊക്കെ ആ രീതികളുടെ സ്റ്റൈലൊക്കെ കുറെ മാറി. എംപ്ലോയീസ് പ്രിഫർ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്. അവർക്ക് ഇഷ്ടം പങ്കാളിത്തത്തോടുകൂടി, അതായത് എംപ്ലോയറും എംപ്ലോയിയും ഒരുമിച്ച് ചേർന്ന് പല കാര്യങ്ങൾക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തി അതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എംപ്ലോയീസ്. ഓക്കെ, അതാണ് കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അവർക്ക് കൂടുതൽ മുൻഗണന മുൻതൂക്കം കൊടുക്കുന്നത് അത്തരം സ്റ്റൈലിനാണ്. അപ്പൊ മാനേജ്മെന്റ് അഡോപ്റ്റ് ചെയ്യുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് ചിലപ്പോൾ എംപ്ലോയീസിന് എന്താ പറയാ പിടിക്കൂല. അങ്ങനെ പിടിക്കാതെ വരുമ്പോ എന്തുണ്ടാകും? അവിടെ ഗ്രീവിയൻസുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത് മാനേജ്മെന്റിന്റെ ഇടപെടലുകൾ മൂലം ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രീവിയൻസ് വരുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് ഒന്നാമത്തെ മാനേജ്മെന്റിന്റെ രീതിയാണ്. മാനേജ്മെന്റ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ രണ്ട് രീതിയിലുണ്ട് മാനേജ്മെന്റ്. ഓട്ടോക്രാറ്റിക് സ്റ്റൈലും ഉണ്ട്, പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലും ഉണ്ട്. പക്ഷെ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലാണ് എംപ്ലോയീസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, അതാണ് കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മാനേജ്മെന്റ് സ്റ്റൈൽ. മാനേജ്മെന്റിന്റെ ഓട്ടോക്രാറ്റിക് സ്റ്റൈലിൽ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഏകാധിപത്യം, അവരിങ്ങനെ എല്ലാ കാര്യം പറയും, നമ്മൾ അതനുസരിച്ചോളും. അത് പറ്റില്ല. നമുക്ക് സജഷൻസ് ഉണ്ടാകും അല്ലെ, ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് അറിയിക്കാം, ഇങ്ങനെയും ആകാം എന്ന് നമുക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാലോ. ഇന്ന് അതുണ്ട്. പണ്ട് അങ്ങനെയല്ല. മാനേജ്മെന്റ് നമ്മളോട് അഭിപ്രായങ്ങളൊന്നും ചോദിക്കില്ല, അവരൊരു കാര്യം അങ്ങോട്ട് പറയുന്നു, നമ്മളത് അനുസരിക്കുക. ദാറ്റ്സ് ഓൾ. അത്രേ ഉണ്ടായിരുന്നു. അതേസമയം ഇപ്പൊ അങ്ങനെയല്ല. മാനേജ്മെന്റിന് അങ്ങനെയുള്ള ചില പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ദേ ഓൾസോ സീക്ക് ദ അഡ്വൈസ് ഓഫ് ദ എംപ്ലോയീസ്, അല്ലെങ്കിൽ താഴെയുള്ള സബോർഡിനേറ്റ്സിനോട്, അല്ലെങ്കിൽ നല്ല ആളുകൾ എംപ്ലോയീസിന്റെ ഇടയിൽ തന്നെ കുറച്ചും കൂടി എഫിഷ്യന്റ്, കുറച്ച് നല്ല എന്താ പറയാ ചിന്തിക്കാൻ അല്ലെ തിങ്കിങ് പവർ ഉള്ള ചില ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കൂടിയൊക്കെ അഭിപ്രായം ചോദിക്കും. സോ ദേ ക്യാൻ ഗെറ്റ് ന്യൂ ഐഡിയാസ് ഫ്രം ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് നല്ല നല്ല പുതിയ ഐഡിയാസ് ഒക്കെ കിട്ടും. സോ അതനുസരിച്ച് നമ്മൾക്ക് കൂടുതൽ ഇംപ്രൂവ്മെന്റുകൾ മാനേജ്മെന്റിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റൈലാണ് ആവശ്യം. അപ്പൊ മാനേജ്മെന്റ് ഏത് സ്റ്റൈലിലാണ് എംപ്ലോയീസിനോട് ഇടപെടുന്നത്? ഓട്ടോക്രാറ്റിക് സ്റ്റൈലിലാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ഗ്രീവിയൻസ്. അങ്ങനെയുള്ളത് വരുമ്പോൾ അത് ഗ്രീവിയൻസ് കൂടുതൽ ഉണ്ടാകും. പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ആണെങ്കിൽ ഗ്രീവിയൻസിന്റെ ആ ഒരു വ്യാപ്തി കുറയും. മനസ്സിലായോ? അതാണ് ഒന്നാമത്തെ മാനേജ്മെന്റ് പ്രാക്ടീസസിൽ ഒന്നാമത്തെ വരുന്നത്. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയ വേഗം. യെസ്, ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് അറ്റ് വൺ എൻഡ് ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് ഓൺ ദ അതർ മേ കോസ് ഗ്രീവിയൻസ് among the workforce in an organization. ഒരു സ്ഥലത്ത് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ആണ്, മറ്റൊരു സ്ഥലത്ത് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ആണെങ്കിൽ അങ്ങനെ ഗ്രീവിയൻസുകളുടെ വ്യാപ്തി കൂടാനൊക്കെ സാധ്യതയുണ്ട് ഒരു ഓർഗനൈസേഷനിൽ എന്നാണ്. ആ ഒരു സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അടുത്തൊരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞിട്ട് പോകാം. 2 മിനിറ്റ് ഉണ്ടല്ലോ എന്തായാലും. നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ ഡിസ്റ്റൻസ്. നമ്മൾ നേരത്തെ തൊട്ട് മുകളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നത്. എംപ്ലോയറും അതുപോലെ തന്നെ എംപ്ലോയിയും അല്ലെങ്കിൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്, ഇത് രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ആളുകളാണ് അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എംപ്ലോയിയും തമ്മിലുള്ള എന്താ പറയാ വർക്കേഴ്സ് തമ്മിലുള്ള അല്ലെങ്കിൽ മാനേജറും തമ്മിലുള്ള ആ ഒരു ബന്ധം, റിലേഷൻഷിപ്പ് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ ഒരു ഭാഗമാണ്. സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അകലം പാലിച്ചാണ് എംപ്ലോയറും എംപ്ലോയിയും നിൽക്കുക, ആ ബന്ധം. പക്ഷെ അത് കുറച്ചും കൂടി കൂടുതൽ എന്താ പറയാ അടുത്തിരിക്കുകയാണെങ്കിൽ ഗ്രീവിയൻസ് വളരെ കുറവായിരിക്കും, പരാതികളും പരിഭവങ്ങളൊക്കെ കുറവായിരിക്കും. ഡിസ്റ്റൻസിങ് ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോ എംപ്ലോയർ എവിടെ നിൽക്കുന്നു, അതിൽ നിന്ന് എത്ര അകലത്തിലാണ് വർക്കേഴ്സ് ഉള്ളത് എന്ന് നോക്കുക. ഡിസ്റ്റൻസ് ഇഫ് ഇറ്റ് ഈസ് മോർ, കൂടുതൽ ഡിസ്റ്റന്റ് ആണ് എംപ്ലോയറും എംപ്ലോയിയും തമ്മിലെങ്കിൽ there is the chance of grievance more. അവിടെ ഗ്രീവിയൻസുകളുടെ ആ ഒരു വ്യാപ്തിയും കൂടാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ചില ആളുകളെ എംപ്ലോയേഴ്സ് അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മളിങ്ങനെ വലിയ ഹൈ ക്ലാസ്സിലുള്ള ആളുകളാണ്. വർക്കേഴ്സ് എന്ന് പറയുന്നത് they belong to low class, താഴ്ന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്കൂളിലൊക്കെ ഉദ്ദേശിക്കുന്നത് ആ ഒരു റേസ്, അതായത് എന്താ പറയാ തലത്തില് എന്താ പറയാ ക്ലാസ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഞാനിങ്ങനെ വലിയ ടോപ്പിലെ മാനേജറാണ്, അവര് എന്താ പറയാ ഏറ്റവും താഴെ കിടക്കുന്ന ബോട്ടം ലെവലിലുള്ള വർക്കേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ക്ലാസ് തമ്മിൽ നമ്മുടെ ആ ഒരു തലങ്ങൾ തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യമുണ്ട്. ആ വ്യത്യാസത്തിന്റെ പോലെ ആളുകൾ ചില ആളുകളോട് എംപ്ലോയീസിനോട് ബിഹേവ് ചെയ്യും. ആ ക്ലാസ്സിലെ വേരിയേഷൻസ് അനുസരിച്ച് ബിഹേവ് ചെയ്യും. അവരുടെ ചിലപ്പോൾ അവരുടെ കൾച്ചർ, അതുപോലെ തന്നെ അവരുടെ എന്താ പറയാ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വ്യത്യാസം ആ വർക്കേഴ്സിനോട് കാണിക്കും ചില എംപ്ലോയേഴ്സ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്താ പറയാ മാനേജേഴ്സ് വിൽ കൺസിഡർ ദ എംപ്ലോയീസ് ഓർ വർക്കേഴ്സ് ആസ് ലോ ക്ലാസ്. അവരുടെ എന്താ പറയാ ഏറ്റവും ലോ ക്ലാസ് ആയിട്ടായിരിക്കും വർക്കേഴ്സിനെ
കാണുക. മനസ്സിലായോ? അങ്ങനെ വരുമ്പോ അത് ഗ്രീവിയൻസിലേക്ക് നയിക്കും. കാരണം എന്താ, നമ്മളൊക്കെ വളരെ താഴ്ന്നവരായിട്ട് നമ്മള് ലോ ക്ലാസ് ജീവനക്കാരല്ലേ, അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെയാണ് കാണുന്നത് എന്നുള്ള ആ ഒരു തോന്നൽ എംപ്ലോയീസിന്റെ ഇടയിൽ വരും. അത് എന്ത് ചെയ്യും? അത് നമ്മുടെ ഗ്രീവിയൻസിലേക്ക് നയിക്കും. അതായത് വർക്കേഴ്സിന്റെ ഇടയിൽ അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലിയോടുള്ള ഒരു എന്താ പറയാ ചെയ്യാനുള്ള ഒരു എന്താ പറയാ ആഗ്രഹവും അതുപോലെ തന്നെ ആ ഒരു സാറ്റിസ്ഫാക്ഷനും അവർക്ക് കിട്ടില്ല ചെയ്യുന്ന ജോലിയിലും. കാരണം എന്താ, നമ്മൾ അങ്ങനെയാണ്, നമ്മൾ എന്ത് ജോലി ചെയ്താലും എംപ്ലോയർക്ക് തൃപ്തി വരില്ല. കാരണം അവര് നമ്മളുമായിട്ട് ഒത്തിരി അകലത്തിലാണ്. നമ്മളെ അവര് ഒരു വർക്കേഴ്സ് ആയിട്ട് കണക്കാക്കുന്നു. എത്ര നമ്മൾ കഷ്ടപ്പെട്ട് ചത്ത് കടന്ന് പണിയെടുത്താലും നമ്മൾ എന്നും ജോലിക്കാർ തന്നെയാണ്. അവർക്ക് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ തൃപ്തിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, അത് നമ്മളെ അറിയിക്കുന്നില്ല. സോ അവർക്ക് എന്ത് തോന്നും? എംപ്ലോയീസിന് തീർച്ചയായിട്ടും ഡിസ്കണ്ടന്റ്മെന്റ് അല്ലെ, അതൃപ്തി തോന്നും. അവർക്ക് അത് ഗ്രീവിയൻസിലേക്ക് നയിക്കും. അതാണ് പറഞ്ഞത് സോഷ്യൽ ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്ലാസ്. കേട്ടോ, ഞാൻ ഉയർന്ന ക്ലാസ്സില്, ഇവര് താഴ്ന്ന ക്ലാസ്സില് ജോലിക്കാര്. ആ ഒരു ഫീലിംഗ് വരുമ്പോ അത് ഗ്രീവിയൻസിന് കാരണമാകും. ഓക്കെ, ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വർക്കേഴ്സ് ആൻഡ് മാനേജർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സോഷ്യൽ ഡിസ്റ്റൻസ്. അത് കഴിഞ്ഞിട്ട് മാനേജേഴ്സ് വ്യൂ ദ വർക്കേഴ്സ്, മാനേജേഴ്സ് ജോലിക്കാരെ കാണുന്നത് എങ്ങനെയായിട്ടാ? someone who is on a much lower scale, ഏറ്റവും താഴ്ന്ന സ്കെയിലുള്ള ആളുകളായിട്ടാണ് വർക്കേഴ്സിനെ മാനേജേഴ്സ് കാണുന്നത്. ആ രണ്ട് സെന്റൻസ് മതി സോഷ്യൽ ഡിസ്റ്റൻസില്. ക്ലിയർ ആയോ? നമ്മൾ പഠിക്കുന്നത് സോഴ്സസ് ഓഫ് ഗ്രീവിയൻസ് ആണ്. അതിൽ പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് മാനേജ്മെന്റ് പ്രാക്ടീസസ്, ഒന്ന് ഗ്രീവിയൻസ് റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റ്, മൂന്നാമത്തേത് വർക്കിംഗ് കണ്ടീഷൻസ്. കേട്ടോ, ഇതിൽ മാനേജ്മെന്റ് പ്രാക്ടീസസിലെ 1ഉം 2ഉം ആണ് നമ്മൾ കഴിഞ്ഞത്. ഓർത്തിരിക്കണോണ്ടാ, പെട്ടെന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറയാതിരുന്നതുകൊണ്ടാണ് ഞാൻ മറ്റേ ചാപ്റ്റർ അത് വേറെ ക്ലാസ്സിലായിരിക്കും അവിടെ നിർത്തിയെന്ന് വിചാരിച്ചിട്ട് തുടങ്ങാൻ പോയത് അവിടെ നിന്ന്. ഓക്കെ, വെറുതെ സമയം പോകും അല്ലെങ്കിൽ നമ്മുടെ, കാരണം ചാപ്റ്റേഴ്സ് കുറച്ച് ലെങ്തി ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇതൊക്കെ പരാതിയും പ്രശ്നവും ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഫുള്ള് നമുക്ക് പഠിക്കുന്നത്, എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന. അതുകൊണ്ട് നന്നായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, ഓക്കെ അല്ലേ എല്ലാവരും? യെസ്, അപ്പൊ അടുത്ത ദിവസത്തേക്ക് നന്നായി വായിച്ചിട്ട് വരാം. ഓക്കെ, സീ യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു.